സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പോഡ്കാസ്റ്റ്. അപ്പൊ ഇന്ന് നമുക്ക് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകളാണ്. നമുക്ക് എല്ലാവട്ടും സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾക്ക് കുറച്ച് ക്ലോസ് കണക്ഷൻസ് ഒക്കെ ഉള്ള രണ്ടുപേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ വെൽക്കം ടു കൊണാദ പോഡ്കാസ്റ്റ്. സെജോ ബ്രോ, ആദർശ് ബ്രോ. അപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞാൽ ഇന്നൊരു ചെറിയ കൺജസ്റ്റൻ ഉണ്ട്. ഞങ്ങള് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്താണ് ഇന്ന് വിട്ടിരിക്കണേ. അപ്പൊ എന്നാലും നമ്മള് ഇതിലല്ലല്ലോ കാര്യം, നമ്മളെ കോൺവെർസേഷനിലാണല്ലോ കാര്യം. കോൺവെർസേഷൻ ആണ് മെയിൻ. അതെ. അപ്പൊ ഫെജോ ബ്രോ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എല്ലാം അടിപൊളിയായിട്ട് പോണീകളെ. പാട്ടും പ്രൊജക്ട്സ് ഒക്കെ എങ്ങനെ പോണു? എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നു. എനിക്ക് തോന്നുന്നു റാപ്പിന്റെ വളർച്ചയുടെ അടുത്ത ഫേസിൽ എത്തിയിരിക്കണേണ്. ഓ, അപ്പൊ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ലോണം പോണം. ഇതുപോലെ എങ്ങനെ പോണു? നന്നായി പോകുന്നു. സൂപ്പർ. അങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി എന്താ പറയാ നമുക്ക് ഇപ്പൊ ഞാൻ പറയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എലാബറേറ്റ് ചെയ്ത് ഇങ്ങനെ പോയി തിരിഞ്ഞ് കറങ്ങി വന്നാൽ അത്ര സമയമുണ്ട് നമുക്ക്. ഇത് എന്റെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണല്ലേ? ഞാൻ വേറെ പോഡ്കാസ്റ്റിൽ പോയിട്ടുള്ള എക്സ്ക്ലൂസിവിറ്റി വീണ്ടും ഞങ്ങൾ ചെയ്യണ എല്ലാവരും ആദ്യത്തെ പോഡ്കാസ്റ്റ്. ഞങ്ങളുടെ ഇപ്പൊ 4ാമത്തെ പോഡ്കാസ്റ്റ്. ഞങ്ങൾ ഇതില് പുതിയത്. അതാണ് വേറൊരു കാര്യം. അത് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? അടിപൊളിയായിട്ട് ഇപ്പൊ ഇലാബറേറ്റ് ചെയ്യൂ. ഓക്കെ, ഞാൻ നിങ്ങളുടെ മറ്റേ ഈ റീസെന്റ് ഇറങ്ങിയ 4 പോഡ്കാസ്റ്റും കണ്ടു. ആക്ച്വലി രസമുണ്ടായിരുന്നു. ആസിഫ് അലിക്കായിട്ടുള്ള സാധനമൊക്കെ കണ്ടപ്പോ എന്റെ മോനെ പ്രോ 4 പോഡ്കാസ്റ്റ് ഇത് 5ാമത്തെ പോഡ്കാസ്റ്റ്. അപ്പൊ ഒരെണ്ണം മിസ് ചെയ്ത് ഞാൻ. ബ്രോ അടിപൊളിയായിട്ടുണ്ട്, രക്ഷയില്ല. അടിപൊളിയായിട്ടുണ്ട്. കൊണയുടെ ഫുൾ ഫോം പോലെ തന്നെ ഒരുപാട് നല്ല അധ്യായങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അടുത്തൊരു നല്ല അധ്യായം കൂടെ നമ്മളതായി ഇന്നങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുവാണ്. അതെ. അപ്പൊ ആദർശ് ബ്രോയുടെ ഫെജോ ബ്രോയെ ശരിക്കും പറഞ്ഞാൽ ഫെജോ ബ്രോയ്ക്ക് ഇപ്പൊ ഒരു എല്ലാവർക്കും അറിയാം. ഫെജോ ബ്രോയ്ക്ക് ഒരു റാപ്പർ ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ആദർശ് ബ്രോയെ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഇപ്പം കറന്റ്ലി കുറച്ച് നാളായിട്ട് സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആദർശ് ബ്രോയുടെ ഇപ്പൊ, കാരണം സോഷ്യൽ മീഡിയയിലെ പ്രസൻസ് ഇപ്പൊ ആദർശ് ബ്രോയ്ക്ക് ഭയങ്കര കുറവല്ലേ? സത്യമാണെന്നല്ല, അല്ല ഞാൻ ഒരു ടൈമിൽ ഫാമിലി ഓഡിയൻസ് സീരിയല് കാണുന്ന പോലെ റിയാലിറ്റി ഷോ കാണുമ്പോൾ എന്നെ മനസ്സിലാവുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ. 2018 കൊറോണ തൊട്ട് മുന്നേ ആയിരുന്നു. അപ്പം ഈ കോമഡി ഉത്സവം പ്രോഗ്രാം പിന്നെ അതില് വന്നതിന് ശേഷമാണ് കുറച്ച് എനിക്കൊരു ഇതെന്താണ് ബീറ്റ് ബോക്സിംഗ് സാധനം ഇവിടെ ആരും ഇറക്കിയിട്ടില്ലായിരുന്നു. അപ്പം ഈ സാധനം ഇറക്കിയപ്പോഴത്തേക്ക് എനിക്ക് കോൺഫിഡന്റ്, മറ്റേ എന്താ പറയാ, വീട്ടുകാരൊക്കെ പറയും മിമിക്രി ചെയ്താൽ മതി, പാട്ട് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് ഒട്ടും കോൺഫിഡന്റ് ഇല്ല. ബീറ്റ് ബോക്സ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനായിരുന്നു. ഓൾ ഓവർ നാട്ടുകാരും വീട്ടുകാരും എല്ലാം അങ്ങനെ ഇതിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇതിന്റെ ഹിപ്പ് ഹോപ്പ് കമ്മ്യൂണിറ്റി, റാപ്പ്, ഡാൻസ്, മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനം കുറച്ചുപേരെങ്കിലും ബീറ്റ് ബോക്സ് മിമിക്രിയുടെ ഭാഗമായിട്ട് കണ്ടോണ്ടിരുന്നത്. ഞാൻ ഒരു ടൈമിൽ വിശ്വസിച്ചത് മിമിക്രിയാണ് ബീറ്റ് ബോക്സ് എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. ഞാൻ ബാംഗ്ലൂർ പഠിച്ച സമയത്ത് ഫെജോ ബ്രോ, ഞാൻ ബാംഗ്ലൂർ പഠിച്ച സമയത്ത് ഞങ്ങൾ മറ്റേ ഇന്റർ കോളേജ് ഫെസ്റ്റിനൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, അവിടെ മറ്റേ ബീറ്റ് ബോക്സ് കോമ്പറ്റീഷൻ ഉണ്ടാവും. ഒരാൾ ഇവിടെ നിൽക്കും, ഒരാൾ അപ്പുറത്ത് നിൽക്കും, ഒരാൾ ഒരു സൗണ്ട് ഉണ്ടാക്കുമ്പോൾ മറ്റേ വേറെ സൗണ്ട് ഉണ്ടാക്കും. അന്ന് ഒരു വട്ടം ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ആർട്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവണം. അതിന്റെ ആൾക്കാർ എൻജോയ് ചെയ്യണതും ഞാൻ അവരുടെയൊക്കെ സോഷ്യൽ മീഡിയ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ അവരിങ്ങനെ വെറൈറ്റി സാധനങ്ങളിട്ട്, ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദർശ് ബ്രോയുടെ മറ്റേ കോമഡി ഉത്സവം സാധനം ഞാൻ അത് കഴിയുമ്പോഴാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചെയ്യുന്നവരുണ്ടോ? ഞാൻ അവിടെ ചെന്നപ്പോൾ ഫുൾ മലയാളീസ് ആയിട്ടുള്ള പയ്യന്മാർ വളരെ കുറവാണ് അവിടെ. ബാക്കി എല്ലാവരും ഈ ഇതേപോലത്തെ സാധനം ചെയ്യുമ്പം നമുക്കറിയത്തില്ല മലയാളികൾ ഇത് ചെയ്യുമെന്ന്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വേറെ കാര്യമുണ്ട്. കാരണം ഒരു മെയിൻ കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇരിക്കുന്ന രണ്ടുപേരും ഓജീസാ രണ്ട് കാര്യത്തില്. അതായത് നമ്മുടെ നാട്ടില് ഈ ബീറ്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നതിൽ ഒരു ഓജിയാണ്, അതുപോലെ റാപ്പില് ഒരു ഓജി മെമ്പറാണ് നമ്മുടെ ഫെജോ ബ്രോ. അത് പറയില്ല, സത്യം, സീരിയസ് ആയിട്ട് ഞാൻ ഇപ്പൊ പറയണ ഫെജോ ബ്രോ, നമ്മള് ആദ്യമൊക്കെ ഉണ്ടല്ലോ ഈ കൂട്ടിലിട്ട തത്ത പാട്ടുണ്ടല്ലോ, ശരിക്കും ഞാൻ എന്റെ ഹോണസ്റ്റ് ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ആദ്യം കേട്ടപ്പം അയ്യേന്ന് തോന്നിയിട്ട് പിന്നെ കേട്ട്
ഇഷ്ടപ്പെട്ട ഒരു ട്രാക്കാണ് അത്. സത്യം പറഞ്ഞാൽ ആദ്യം കേൾക്കുമ്പോൾ നമ്മള് മറ്റേ എന്താ പറയാ, എനിക്ക് ആദ്യമേ കേട്ടപ്പം ഇത് നമ്മുടെ അതിനകത്ത് വർക്കൗട്ട് ആവുമോ, അങ്ങനെ വർക്കൗട്ട് ആവത്തില്ല. പക്ഷെ പിന്നീട് ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഓരോ കേട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അല്ല, ആ ട്രാക്കൊക്കെ എന്റെ കൊച്ചിലെയാണ് ഞാൻ കേൾക്കുന്നത്. ഇപ്പൊ എനിക്കതിനെ അർത്ഥം ഒന്നും അറിഞ്ഞൂടാ. ഇപ്പൊ അത് കേൾക്കുകയാണെങ്കിൽ ഭയങ്കര അർത്ഥം. കൊച്ചിലെ കേട്ടപ്പോൾ ഫെജോ ബ്രോ കേൾക്കുമ്പോ ഒത്തിരി പ്രായമായി. ഞാൻ കൊച്ചിലെ ചെയ്ത പാട്ടാ. ഫെജോ ബ്രോ കൊച്ചിലെ പാട്ടാണ്. ഞാൻ എന്റെ ഒരു 5 വർഷം മുമ്പ് എന്തല്ലേ കൂടുതൽ, അതിലും 5 വർഷം 6-7 വർഷമായി. ഞാനിപ്പോ ഞാൻ 7ാം ക്ലാസ് 8ാം ക്ലാസ് അതിലും അതിൽ കൂടുതലുണ്ട്. ഞാൻ ഫസ്റ്റ് ഫെജോന്റെ പാട്ടൊക്കെ ചമ്മിപ്പോയോ, സോഷ്യൽ മീഡിയ പെണ്ണ്, ഈ സാധനമൊക്കെയാണ് ആദ്യമേ ആക്ച്വലി കേട്ടോണ്ടിരിക്കുന്നത്. ആദർശം എത്ര പ്രായമുണ്ട്? നിങ്ങളുടെ പ്രായം റിവീലാവും. എത്രാമത്തെ പ്രായത്തില എഴുതിയെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ പ്രായം ഗസ് ചെയ്യാൻ പറ്റൂല. ഞാൻ മറ്റേ നമ്മളെ എഴുത്തിന്റെ അടുത്തില്ല, അതിന്റെ അടുത്ത ദിവസം റാപ്പ് എഴുതി തുടങ്ങി. ആണല്ലേ? അതാ പറഞ്ഞ മോജിയാണോ എഴുത്തിന് ശേഷം നേരെ എഴുതിയത് റാപ്പാ. എനിക്കധികം പ്രായമൊന്നും ഇല്ലെന്നേ. ഫെജോ ബ്രോ, ആദർശ് ബ്രോ, നമ്മള് ആക്ച്വലി അറിയില്ല, നമ്മുടെ ഫീൽഡ് ഗെയിമിങ്. നമ്മള് ഗെയിം ഇതൊക്കെ ആയിട്ടുള്ള ഗെയിമിംഗിലെ ഓജീസാണ് നമ്മുടെ. അതെ. അപ്പൊ ഞങ്ങള് ഔട്ട്സൈഡ് ദ ഗെയിം ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റികൾ ഒന്നായി മാറി ഇപ്പൊ പോഡ്കാസ്റ്റ്. സത്യം പറഞ്ഞാൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും തുടങ്ങി. അപ്പൊ കുറെ പേര് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പം നമുക്കും അതൊരു മോട്ടിവേഷൻ ആയി. അപ്പൊ ഞാൻ അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് നിൽക്കുന്ന ചോദിക്കാം, ഞങ്ങൾ സാധാരണ വരുന്ന ഗസ്റ്റുകളോടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഗെയിംസ് ഒക്കെ കളിക്കാറുണ്ടോ? ആ, കളിക്കാറുണ്ടോ? ഇത് ഗെയിമിംഗ് ഭ്രാന്തനാണ് ഇരിക്കുന്നത്. ബീറ്റ് ബോക്സർ ആയിരുന്നെങ്കിൽ ഞാനൊരു ടൈമില് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊറോണ ടൈമില് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമില് സിബിനിസം എന്ന് പറഞ്ഞൊരു ആക്ച്വലി ഇത് കണ്ടിട്ട് മലയാളി ഒരു വേറെ ആൾക്കാർ ചെയ്തിട്ടില്ല, ഒരാളെ ചെയ്തിട്ടുള്ളൂ. അത് കണ്ടിട്ട് ഞാനും ചെയ്യാൻ ശ്രമിച്ചു. കാരണം എന്റെ കണ്ടന്റ് ബീറ്റ് ബോക്സിംഗ്. സോ ബീറ്റ് ബോക്സിംഗ് വെച്ചിട്ട് ഈ ഫോറിനേഴ്സിനെ അത്ഭുതപ്പെടുത്തുക, ഇങ്ങനത്തെ സാധനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് വീഡിയോസ് 5-6 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒമേഗള് ഞാനും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് മടുത്ത് മറ്റേ ഇതായിട്ട് വന്നപ്പോഴത്തേക്കും ഒമേകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പം ഇടയ്ക്ക് വെച്ച് എനിക്ക് വരുന്നത് മറ്റേ എന്തോ അണ്ടിപ്പരിപ്പ്, മറ്റേ മുന്തിരിങ്ങ, ഫസ്റ്റ് ടൈമിൽ ഇതെടുത്ത് ഒമേകളെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ മറ്റേ അല്ല, ഞാൻ ചോദിക്കട്ടെ, ആദർശം എന്ത് ടാഗ കൊടുത്തത്? ഇന്ത്യ. അല്ല, അത് ഇന്ത്യയിലെ മാത്രം കാണുന്നത്. അങ്ങനെയാണ്. ബാഴ്സലോണ ലൈവ് ചെയ്യുന്ന സമയത്താണ് ഇതുപോലെ എണ്ണ തേച്ച നല്ലൊരു വാഴക്കല എണ്ണ വെച്ച് തടവി വെച്ചേക്ക്. ഞാൻ ഏറ്റവും എക്സ്ട്രീം ഇൻട്രോവേർട്ട് ഉള്ള ഒരാളാണ്. എനിക്കിതൊക്കെ കണ്ട സഹിക്കാൻ പറ്റൂല. ഞാൻ പിന്നെ ധൈര്യം സംഭരിച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കണം, യൂട്യൂബിൽ വ്യൂസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വന്നിരിക്കുമ്പോഴത്തേക്ക് ഇത് കാണും. മനസ്സ് മടുത്തിട്ട് പോയി ചത്താലോ, ഒന്നും വേണ്ട. ഫസ്റ്റ് കുറച്ച് ആമ്പിള്ളേര്, പിന്നെ പെമ്പിള്ളേരായി. ആ പെമ്പിള്ളേരെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇമാതിരി സാധനങ്ങളൊന്നും. അയ്യോ, ഞാൻ പിന്നീട് മറ്റേ ഇവര് ബ്ലോക്ക് ചെയ്ത് ഈ റീസെന്റ് മറ്റേ ടൈമിൽ ബാൻ ചെയ്തത്, ഞാൻ പിന്നെ ബാൻ ചെയ്ത് എനിക്ക് ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് കണ്ടന്റ് ഇറക്കാൻ എത്ര ഇത് കണ്ടതിന് ശേഷമാണ് ശരിക്കും ആൾക്കാർ ഏകദേശം വിശ്വസിക്കാൻ എനിക്കറിയില്ല. 8 മണിക്കൂർ ഇരിക്കും ബ്രോ ഒമേഗളില് ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടി. കാരണം മറ്റേ ക്ഷമ ആയിട്ടുള്ള ആൾക്കാര് വരാൻ വേണ്ടി ഒത്തിരി പാടാ. മറ്റേതിൽ കഴപ്പ് പിടിച്ചിട്ട് വരുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അല്ല, 7 മണിക്കൂർ പുള്ളി എനിക്ക് ഇവരോട് പറഞ്ഞു മനസ്സിലാക്കി ഇവരുടെ ബീറ്റ് ബോക്സ് ചെയ്യാന്ന് വരെ ട്രൈ ചെയ്തു. കേട്ടിരിക്കാൻ പറ്റാത്ത അധ്യായങ്ങളായോ? ഇടയ്ക്ക് വെച്ചിട്ട് സബ്ജക്ട് മാറുന്നുണ്ട്, പറ്റാത്ത അധ്യായങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഈകളുടെ ചോദ്യം ഗെയിമിനെ പറ്റി. ആക്ച്വലി ഇതിന് ശേഷം മറ്റേ ഹിപ്സ്റ്റർ ലൈവ് ബ്രോ, പിന്നെ അത് നടക്കുന്ന വേറെ കുറെ ഒമേകള് ചെയ്യുന്ന കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോഴത്തേക്കും ഓക്കെ ഞാൻ ഇത് തൊട്ട് മുന്നേ വന്നു, പക്ഷെ ഈ റൂട്ട് പിടിക്കാൻ എന്തുകൊണ്ട് പറ്റിയില്ല എന്നുള്ളത് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഇവന്മാർ ഇത്ര അനുഭവിച്ച് വരികയാണെന്ന് ഞാൻ അറിയുന്നില്ല ഈ സാധനം. ഇപ്പൊ അതിനുശേഷം വെറുത്തുപോയി. അയ്യോ, പിന്നെ എനിക്ക് ആ കണ്ടന്റ് ഉണ്ടാക്കാൻ തന്നെ എന്തോ മനസ്സുകൊണ്ട്. പക്ഷെ നമ്മൾ സംസാരിച്ചു ചോദ്യമായിരുന്നു, അതിലേക്ക് ഇത് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും?
ഞാൻ പറയട്ടെ, ആദർശ് ചെറുപ്പത്തിൽ മറ്റേ 7-8 മണിക്കൂർ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട്. അത് പങ്കുവെക്കണം ഇവിടെ. ചോദ്യം എന്താണെങ്കിലും എന്റെ ഉത്തരം ഇതാണ്. വിഷമകഥ പറയുന്ന പോലെ റോബർട്ട് ടേസ്റ്റ്. അതല്ല അവരെന്ത് ചോദിച്ചാലും എനിക്കിത് ആദ്യമേ പറയണം. പ്ലാൻ ചെയ്ത് വന്നേട്ടാ, വീട്ടിൽ പ്ലാൻ ചെയ്തത് അല്ലല്ല, ആക്ച്വലി നിങ്ങളൊക്കെ വരുമ്പോ എനിക്ക് ഇങ്ങനെ ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ള സാധനം ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഒമേഗിളിൽ വീഡിയോ ചെയ്യണം. ഞാൻ ചെയ്യാറില്ല, ഞാൻ ഒരു വട്ടം ആണല്ലേ? അല്ലല്ല, നമുക്ക് ഫെജോ ബ്രോ, ആദർശ് ബ്രോ, നമുക്കിപ്പം സ്ട്രീമിൽ നമ്മൾ ലൈവ് പോണ സമയത്ത് നമ്മൾ ആ ഏരിയയിൽ മാത്രം നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത ആള് വരുന്നിടം വരെ നമുക്കൊരു കവറിങ് വെക്കാൻ പറ്റും. ലൈവ് ചെയ്യുന്ന എല്ലാവരും അങ്ങനെ ഒരു കവറിങ് വെച്ചിട്ടാ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്വിച്ചിൽ ഞെക്കുമ്പോൾ ഇപ്പൊ നമ്മളിവിടെ സംസാരിച്ച് നോർമൽ കോൺവെർസേഷൻ ആണെന്ന് തോന്നുവാണെങ്കിൽ അത് മാറ്റി കൊടുക്കുമ്പോൾ സ്ക്രീനിൽ കാണും. അതുവരെ നമ്മൾ സ്ക്രീൻ ലൈവ് ചെയ്യുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എക്സാമ്പിൾ എന്തെങ്കിലും ചൈൽഡ് പോണോഗ്രഫി എന്നൊക്കെ പറയുന്നത് ഭയങ്കര സീനുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, പ്രത്യേകിച്ച് യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നത്. ഈ ലൈവ് ചെയ്യുന്നത് ഇൻസ്റ്റന്റ്ലി ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് യൂട്യൂബിൽ. അപ്പൊ AI ടൂൾസ് കുറെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അപ്പോഴേ ചാനൽ പോയി. പിന്നെ നോക്കണം, നമ്മൾ കുറെ നാൾ അധ്വാനിച്ച് കൊണ്ടുവരുന്ന സാധനമല്ലേ, അപ്പൊ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഫെജോ ബ്രോ പറഞ്ഞില്ല ഗെയിം കളിക്കുമ്പോ നമ്മള് പണ്ടത്തെ മറ്റേ വീഡിയോ ഗെയിം മുതൽ എനിക്ക് മറ്റേ മാരിയോ, ഡക്ക് ഉണ്ട്, അങ്ങനെ PUBG ഇതൊന്നും അങ്ങനെയൊന്നും കളിക്കുന്നില്ല. അവിടെ മുതലേ കളിച്ച് ചെയ്യാറുള്ളു. പിന്നെ 5 ഒക്കെ വളരെ കുറച്ചേ കളിച്ചിട്ടുള്ളു. കൂടുതൽ കളിച്ചേക്കണം പുള്ളിയുടെ എന്റെ വീട്ടിൽ സാൻ ആൻഡ്രിയസ് വൈസ് സിറ്റിയുടെ ഒക്കെ ആളായിരുന്നു. ആണല്ലേ? അങ്ങനെ PC ലാപ്ടോപ്പ് അങ്ങനത്തെ PC ലാപ്ടോപ്പ് ഉണ്ട്, പ്ലേ സ്റ്റേഷൻ എന്റെ അങ്ങനെ കളിക്കണമെന്ന് തോന്നുമ്പോ ഞാൻ എഡിയുടെ വീട്ടിൽ വന്ന്. പുള്ളിയുടെ കമ്പ്യൂട്ടറിൽ മ്യൂസിക് മാത്രമേ ഉള്ളൂ. ഗെയിംസിന് വേണ്ടി അല്ല, ഗെയിംസ് കളിക്കണം എന്തിനാണെന്നറിയോ? അത് പറഞ്ഞപ്പോ കിട്ടിയത് മറ്റേ നമ്മൾ GTA കളിക്കുമ്പോ സ്നൂപ് ഡോഗും അതിനകത്ത് ഇഷ്ടം പോലെ ട്രാക്ക് ഉണ്ട്. പറയാതിരിക്കാൻ വയ്യട്ടോ. നമ്മള് വെറുതെ GTA കയറിയിട്ട് ഒരു വണ്ടി എടുത്തെടുക്കുക, FM ഓൺ ചെയ്യുക, ഇഷ്ടം പോലെ ട്രാക്ക് അൺറിലീസ്ഡ് ട്രാക്സ് വരെ ഉണ്ട് അവരുടെ കയ്യിൽ. വിത്ത് ലൈസൻസ് അൺറിലീസ്ഡ് ട്രാക്സ്, എക്സ്ക്ലൂസീവ് ഉണ്ട് അവരുടെ കയ്യിൽ ട്രാക്സ്. ഇഷ്ടം പോലെ ഒരുപാട് ട്രാക്സ് ഉണ്ട് അതിനകത്ത്. നമ്മളത് സ്പീഡ് കൂടി പോകും. GTA 5 വന്നപ്പോൾ ലിമിറ്റഡ് ആക്കി 16 ട്രാക്സ് എന്തേ ഉള്ളൂ. GTA 5 ആണ് നമ്മൾ ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുന്നത്. GTA 6 ഇറങ്ങാൻ പോണേ. അതില് ഓൾറെഡി അല്ലല്ല, GTA 6 പറ്റിയാണോ നീ പറയുന്നത്? അല്ലല്ല, 5 തന്നെ 16 ട്രാക്സ് GTA 5 കളിച്ചോണ്ടിരിക്കുന്നത്. അതില് 16 ട്രാക്സ് മാത്രമല്ല, അത് ഓരോ എഡിഷൻ അനുസരിച്ച് മാറ്റമുണ്ട്. നമുക്ക് കുറെ എഡിഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ സ്ട്രീം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കോപ്പിറൈറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറെ ഓഡിയോസ് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഗെയിംസിന്റെ കാര്യം ഒക്കെ നമ്മള് കഴിഞ്ഞു. അപ്പൊ ഞാനും ഗെയിം ഭ്രാന്തനായിരുന്നു കേട്ടോ. മറ്റേ ഈ ജോയ്സ്റ്റിക്ക് ആ ഗെയിം, വീഡിയോ ഗെയിം, TV കുത്തി കളിക്കണം, സൂപ്പർ മാരിയോ. അപ്പൊ അത് ഒക്കെ കളിക്കാൻ വേണ്ടി കസിൻ ചേട്ടന്റെ വീട്ടിലോട്ട് പോകും. വാശി പിടിച്ചിട്ട് മറ്റേ ആന്റി അമ്മേനൊക്കെ കാണണമെന്ന് പറയണുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോകും. എന്നിട്ട് പിന്നെ ഞങ്ങള് വരാൻ കസിൻ ചേട്ടനും വെയിറ്റ് ചെയ്യും. കാരണം ഞങ്ങൾ വരുമ്പോ അങ്കിള് പിള്ളേര് എനിക്ക് സമയത്ത് എന്നെ ഒപ്പിയും ഓണാക്കാൻ സമയത്തില്ല. പിള്ളേര് എന്നിട്ട് മറ്റേ കാട്രിഡ്ജ് നമ്മള് കുത്തി തുടച്ചു വെക്കും. എന്നിട്ട് മറ്റേ മാരിയോ കളിക്കുമ്പോ ആവേശം കേറിട്ട് മാരിയോ ചടിയില്ലെന്നും നമ്മള് ഈ ജോയ്സ്റ്റിക്കും പൊക്കി ചാടും. അപ്പൊ ചാടുമ്പോ എന്ത് പറ്റും, ഇത് താഴെ വീണ് കാട്രിഡ്ജ് കളി പോകും. അങ്ങനെ വൻ ഗെയിം. അതിന്റെ നൊസ്റ്റാൾജിയാണ് പുള്ളിയുടെ കയ്യിൽ ഇപ്പൊ കോൺട്രയും സൂപ്പർ മാരിയോ NES സിമുലേറ്റർ ഉണ്ടല്ലോ. അപ്പൊ ആ എമുലേറ്ററിൽ വെച്ചിട്ട് ഞാൻ മാരിയോ അതൊക്കെ ഇപ്പോഴും കളിക്കും. ആണല്ലേ? ഞാൻ ആ ഒരു നൊസ്റ്റാൾജി എനിക്ക് ചോദിക്കാനുള്ള മെയിൻ ആയിട്ട് ഇപ്പം ഫെജോ ബ്രോ ഗെയിം സൈഡ് പറഞ്ഞു. ഇപ്പോഴും ആദർശ് ബ്രോ ഗെയിം സൈഡ് റിവീൽ ചെയ്തിട്ടില്ല. ഏത് ഗെയിംസ് കളിയാ? അല്ല, ആദർശ് ബ്രോ ഗെയിം ഭ്രാന്തനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞില്ല. ആ ഒരു ഗെയിം സൈഡ് ആദർശ് ബ്രോ എന്താണ് പറയുന്നത്? ഞങ്ങൾ കാനഡ ടൂർ പോയപ്പോ അവിടെ നിന്ന് പ്ലേ സ്റ്റേഷൻ മേടിച്ച്. ഞാൻ ഇന്ത്യ കിട്ടൂല, ഇല്ല ഏറ്റവും ക്വാളിറ്റി കാനഡയിൽ നിന്ന് കിട്ടും, ഹൈ ക്വാളിറ്റി വേണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പ്ലേ സ്റ്റേഷൻ എടുത്തിട്ട് വന്ന ആളാണ്. ക്വാളിറ്റി അങ്ങനെ വ്യത്യാസമില്ല, പക്ഷേ പ്രൈസ് ഭയങ്കര വ്യത്യാസമുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ ഇവിടെ ഫെജോ ബ്രോ ആക്ച്വലി നമുക്ക് പ്രത്യേകിച്ച് PS5 ഒക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര പ്രൈസ് ഡിഫറൻസ് ആയിരുന്നു. ആൻഡ് എല്ലാരും ഇങ്ങനെ നടക്കുന്നു. പിന്നെ ഇപ്പൊ ഉണ്ടല്ലോ ഫെജോ ബ്രോ, ഇപ്പോഴത്തെ ഒരു മെയിൻ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മറ്റേ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ,
ഭർത്താവിന് പ്ലേ സ്റ്റേഷൻ മേടിച്ചു കൊടുക്കുന്നതാണ് ഉത്തമ ഭാര്യ. ഉത്തമ ഭാര്യ അതാണ്. പ്ലേ സ്റ്റേഷൻ കിട്ടിയത് ഉത്തമ ഭാര്യ, അതാണ് ഇപ്പോഴത്തെ ട്രേഡ് മാർക്ക്. ഇപ്പൊ അങ്ങനെയായി സാധനം, അതുകൊണ്ട് ഇതിന്റെ ഡിമാൻഡ് വീണ്ടും കൂടി. അപ്പൊ എല്ലാരും ഭർത്താക്കന്മാരെ ബർത്ത്ഡേക്ക് പ്ലേ സ്റ്റേഷനെ മേടിച്ചു കൊടുക്കണേ. ഇപ്പൊ പ്ലേ സ്റ്റേഷനാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഞാൻ ഇടയ്ക്ക് പ്രാങ്ക് വീഡിയോ, യൂട്യൂബിൽ പ്രാങ്ക് വീഡിയോസ് കാണാറുണ്ട്. മറ്റേ വൈഫ് ഹസ്ബൻഡിന് മേടിച്ചു കൊടുക്കുന്നത്, അങ്ങനത്തെ സാധനം. ആസിന്റെ കല്യാണം കഴിയാത്തതുകൊണ്ട് അല്ല ഞാൻ മേടിച്ചല്ലേ നമ്മള് സ്വന്തമായിട്ടാണ് മേടിച്ചത്, നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ മേടിച്ചിട്ടില്ല. നിനക്കത് ഒരിക്കലും ഗിഫ്റ്റ് ആയിട്ട് ഇട്ടാൻ പോകണില്ല, സംശയമില്ല. ബ്രോയുടെ കല്യാണം കഴിഞ്ഞാണോ? അയ്യോ ഞാൻ കുഞ്ഞ. എത്ര? 21 വയസ്സ്, 22 എന്ത് പറഞ്ഞാലും സമ്മതിച്ചോളൂ ഫെജോബ്രോ, അതൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് മാറ്ററിലേക്ക് വരാം. ഒരു 18 ഉറപ്പിക്കും ഫെജോബ്രോ. അപ്പം പുതിയ ട്രാക്സ് അല്ലെങ്കിൽ ഇതൊക്കെ അതിനെ പറ്റിയൊക്കെ ഉള്ള അപ്ഡേറ്റ് ഒക്കെ എന്താ? പുതിയത് 1 by 1 ഇറങ്ങിക്കൊണ്ടിരിക്കണം ബ്രോ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയത് ഹൈപ്പ് കേറി എന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടായിരുന്നു, ഹൈപ്പ് കേറി സാധനം. അപ്പൊ അത് നല്ല റിവ്യൂസ് ഉണ്ട്, നല്ല വ്യൂസ് ഉണ്ട്. പിന്നെ സിക്ക് എന്ന് പറഞ്ഞിട്ട് ട്രാക്കാണ് ഇനി ഇറങ്ങാനുള്ളത്. മറ്റേ സോണിയുടെ രണ്ടാമത്തെ ട്രാക്ക്. അതിലൊരു ഡപ്പാങ്കൂത്ത് റാപ്പ് പരിപാടി. അതിന്റെ ഒരു ഡെമോ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ജെഫിൻ ബ്രോയുടെ കൂടെ അല്ലെ? പ്രൊഡ്യൂസർ. അപ്പൊ അതാണ് ഇനി ഇറങ്ങാനുള്ളത്. പിന്നെ നമ്മള് ഒരു നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞൊരു സോങ് പാടിയുണ്ടായി, ധ്യാൻ ശ്രീനിവാസന്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വൽ എന്ന് പറഞ്ഞ. അപ്പൊ ആ മൂവി ഈ മാസം ലാസ്റ്റ് ഒക്കെ പറഞ്ഞു. അതാണ് പുതിയ പരിപാടി, പുതിയ വർക്കുകളൊക്കെ അതാണല്ലേ. അപ്പൊ ഫെജോബ്രോ, ഞാൻ ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പൊ ഫെജോബ്രോ റാപ്പ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ട്രാക്സ് ഇങ്ങനത്തെ ഒരു കൾച്ചറിലാണല്ലോ, ഒരു ഹിപ്പ് ഹോപ്പ് ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പൊ ഫെജോബ്രോ നോർമലി കേൾക്കുന്ന പാട്ടുകളും അല്ലെങ്കിൽ ഇത് ചെയ്യണതെല്ലാം ഇങ്ങനത്തെ ഹിപ്പ് ഹോപ്പ് മാത്രമാണോ? ഹിപ്പ് ഹോപ്പ് കേൾക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മാത്രമാണെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ ഞാൻ ഇന്ന് ആവശ്യമിപ്പൊ നമ്മള് വണ്ടിയിൽ വരുമ്പോ പ്ലേലിസ്റ്റ് ഫുള്ള് മീഡിയ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മളെ പ്ലേലിസ്റ്റ് അറിയാം. ഫുള്ള് പഴയ പാട്ടുകളും 90s ഹിറ്റ്സ്, പുലരാൻ മറന്ന അങ്ങനത്തെ. നമ്മളെല്ലാരും കണ്ണപ്പി നമ്മളൊക്കെ ഫെജോബ്രോ ഇങ്ങനെ റാപ്പ് ഇതൊക്കെ ചെയ്യണ കേട്ടിട്ടുണ്ട്. ഇതുവരെ ഫെജോബ്രോ ഒരു സിനിമ മെലഡി പാടിയാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടില്ല മെലഡി സോങ്. ഞാൻ ഹേനിമൊക്കെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ ട്രാക്ക്. ഞങ്ങൾ പറയണെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലൊക്കെ ഉള്ള നല്ല ഫീൽ ഗുഡ് കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ട് നിങ്ങളുടെ വായിൽ കേൾക്കാം. ഫെജോബ്രോക്ക് ഇഷ്ടമുള്ള, അതായത് ഫെജോബ്രോക്ക് ഭയങ്കര കേൾക്കുന്ന അല്ലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാട്ട്. പെട്ടെന്ന് പറഞ്ഞ എന്താ ഫെജോബ്രോയ്ക്ക് ഒരു മെലഡി സോങ് ഒരു ഫേവറേറ്റ് ലിസ്റ്റ് കാണല്ലോ, അത് ഏതെങ്കിലും ഒന്നങ്ങ് പാട്. ഏതെങ്കിലും ഒന്നങ്ങ് പാട്. ഏതെങ്കിലും പറഞ്ഞേ. ആക്ച്വലി പുള്ളി ലൈബ്രറിയാണ് സോങ്ങിന്റെ. ചോദിക്കുമ്പോ ഞാൻ കൺഫ്യൂഷൻ. അതെല്ലാവർക്കും ഉള്ളതാ ബ്രോ, നമ്മള് നേരത്തെ പറഞ്ഞില്ലേ ഒമേഗ വീഡിയോ. പിന്നെ ഒമേഗ ഞാൻ പറയുന്നേക്ക് ഇതില് കാര്യമുണ്ട്, എന്ത് ചോദിച്ചാലും ഒമേഗ തിരിച്ച് അവിടെ തന്നെ വരും കേട്ടാ. ഞാൻ പറയട്ടെ ഒമേഗ ആക്ച്വലി കണ്ടന്റ് ആണ്, മീം വേണം ഇല്ലേ? നമുക്കൊരു പാട്ട് ഒരു ട്രോള് കിട്ടുന്ന ടൈമില് ഈ സാധനത്തിൽ എവിടെ കൊടുക്കാനുണ്ട്. ഞാൻ ഫെജോനെ അപ്പോഴും വിളിക്കും, മോനെ ഇങ്ങനെ സിറ്റുവേഷൻ ആണ്, അപ്പൊ ഇന്നൊരു പാട്ട് എങ്ങനെയായിരിക്കും പുള്ളി ആക്ച്വലി അപ്പൊ തന്നെ 1 മിനിറ്റ് വേണ്ട 30 സെക്കൻഡിനുള്ളിൽ ആ സാധനം പറഞ്ഞു. അങ്ങനെ ലൈബ്രറിയാണ് സോങ്ങിന്റെ. എല്ലാ ലിറിക്കും അറിയാം, പാട്ടും അറിയാം. ഏത് പാടണം എഡിജ പറ, ഏതെങ്കിലും നമുക്ക് വന്നപ്പോ കേട്ടോ. പറഞ്ഞു സക്കയില്ലേ? ഇതാണ് എനിക്കും. ശരി, അപ്പൊ ഞാൻ പാടാം. പക്ഷെ എന്റെ ഒപ്പം നിങ്ങൾ എല്ലാരും പാടാം. നമുക്ക് പാടി കേൾക്കണം. ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ എന്ത് ഇന്നും വന്നില്ല തുടങ്ങിയാലായിട്ട് വൈറ്റിലെ ഫെജോ കൊല്ലം. കണ്ണിൽ വെറു കാற்றிയെല്ലാം. ഇതാണ് എന്ത് ഇന്നും വന്നില്ല. അതല്ല ഏകദേശം ഇത്രയും പുള്ളി എന്തോ പോയി ഇടയ്ക്ക് കട്ട് വന്നില്ല. ഗ്രാമഫോൺ എന്ന സിനിമയില് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞിട്ട് മറ്റേ കണ്ണിലും കാട്ടി എല്ലാം ഇടയ്ക്ക് കട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ശരി. മയണി കണ്ണിന്റെ മഞ്ചാടിക്കടവത്ത് മണിമാടുന്നതും കാത്ത് കസ്തൂരി നിലാവിന്റെ കനവു പുൽപ്പായിൽ ഉറങ്ങാതിരുന്നോളെ
ഉറങ്ങാതിരുന്നോളേ. ബീറ്റ് ബോക്സിലുള്ള എന്റെ ഗുണം. എവിടെ വേണേലും കിട്ടും. എന്തേ എന്നും വന്നില്ല, എന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം മീട്ടും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരം, ആകാശത്തോപ്പിൻ കിന്നരൻ. മണിവള തിളങ്ങണ കയ്യാലെ വിരങ്ങൊട്ടി വിളിക്കണതാരാണ്, മണിവള തിളങ്ങണ കയ്യാലെ വിരങ്ങൊട്ടി വിളിക്കണതാരാണ്, മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശുരി മുഴക്കണതാരാണ്, മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശുരി മുഴക്കണതാരാണ്. ഓ വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്രാവേ, ഓ കളിയാടി പാടാൻ നേരമാ. എന്നെ കൊടുത്തല്ലോ. നമ്മൾ എന്ത് എടുക്കും ഇവിടെ? മാത്രല്ല ഞങ്ങള് ഇതേപോലെ ഓരോ കോളേജ് ഷോ ചെയ്യുമ്പോഴും ചില പിള്ളേർ ടെൻഷനിലായിരിക്കും. കാറിലൊക്കെ വിളിക്കാൻ വരുമ്പോ ബ്രോ ഇന്ന് അപരാധ പങ്ക പാടൂല, കൂടത്തുള്ളു പാടൂല. കൂടത്തുള്ളു പാടാൻ ഒരു മൂടില്ല മച്ചാ, വേണമെങ്കിൽ എന്തേ ഇന്നും അപ്പൊ ഒരു പേടിക്കും. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇവരെ കളിയാക്കണ പോലെ നമുക്ക് മറ്റേ മാനസ അത് പാടാം അല്ലേ, ചന്ദ്രബിംബം. അപ്പൊ ഇത് ഏതോ ഗാനമേളക്കാരാണ് പേടിച്ച്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇവർ കളിയാക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടല്ലേ, ഏതെങ്കിലും ഒരു സ്റ്റേജില് അതായത് ഇങ്ങനത്തെ ഒരു സെറ്റ് വെച്ചാ ഞങ്ങളുടെ പരിപാടിയാണ്, പക്ഷെ ഞങ്ങൾ ചെയ്യണം റാപ്പും ബീറ്റ് ബോക്സും ചെയ്യൂല, ഇങ്ങനത്തെ പാട്ടുകൾ പാടും. അത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അത് ഞങ്ങളുടെ ലാസ്റ്റ് പരിപാടി, അവസാനത്തെ പരിപാടിയായിരിക്കും. ഏകദേശം എവർഗ്രീൻ സാധനങ്ങളാണല്ലോ അതൊക്കെ. ആക്ച്വലി ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് നമ്മള് ഒരു മ്യൂസിക് ഫീൽഡിലോട്ട് വരുന്നത്. പിന്നെ അപ്പൊ ഇത് കേൾക്കുമ്പം ഇത് ചുമ്മാ നമ്മള് ട്രോളിയാണെങ്കിൽ പോലും ഉള്ളിൽ ആഗ്രഹമാണ് ആക്ച്വലി ഇപ്പൊ പറഞ്ഞത്. ഈ ഇപ്പൊ നമ്മളെ കേൾക്കുന്ന ഒരു കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ള ആൾക്കാർ വിചാരിക്കുന്നത് ഇവന്മാർക്ക് പഴയ പാട്ടിനോട് പിടിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അതൊക്കെയാണ് നമ്മുടെ ബേസും. സത്യം. ഇപ്പം മറ്റേ കറുപ്പ് റെക്കോർഡ്സ് അവരുടെ പോഡ്കാസ്റ്റ് ഇടയ്ക്ക് ഇറങ്ങിയ സമയത്ത് മണിച്ചേട്ടന്റെ കാര്യം പറയണ കേട്ടില്ല. പുള്ളിയൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ പുള്ളിയൊക്കെ നിങ്ങളെ പോലെയൊക്കെ കോൺസേർട്ട് ഒക്കെ ചെയ്തു മറ്റേ ആ ഏത് ലെവലിലായിരിക്കും നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റും. പുള്ളി ആക്ച്വലി ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളെക്കാളും ഗംഭീര. അതെ ഉറപ്പല്ല, ഞാൻ പറയാണ്. അപ്പൊ പുള്ളി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അത് വേറൊരു കൾച്ചർ ബിൽഡ് ചെയ്തതിന് ഒരു സൈഡിൽ ഉറപ്പായിട്ടും. അത് അവരുടെ ആ പോഡ്കാസ്റ്റ് കേട്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായത്. അതാ നമുക്കൊക്കെ ബേസ് ഇപ്പോഴും ഗാനമേളയ്ക്ക് പോയ പുള്ളിയുടെ പാട്ട് കേട്ടാ ഇപ്പോഴും നമ്മൾ തുള്ളി പോവാ. അറിയാതെ അതിപ്പോ ബോധം ഉണ്ടെങ്കിലും ബോധം ഇല്ലാത്തവരും എല്ലാം തുള്ളുന്ന പാട്ടുകളാണ് പുള്ളിയുടെ. ആ ഒരു സാധനം ഉണ്ടാക്കി വെച്ച് തന്നിട്ടുണ്ട് നമ്മൾ. ഗാനമേളയ്ക്ക് പുള്ളിയുടെ പാട്ട് മസ്റ്റ് ആണ്. അതെ ഇപ്പോഴാണ് നമ്മള് ഇപ്പൊ കൺസേർട്ട് ഒക്കെ ചെയ്യും. ഞാനിപ്പോ ചെയ്യാൻ ഇറങ്ങുന്നോണ്ട് ഞങ്ങൾ ആക്ച്വലി ഈകളുടെ 4 കൺസേർട്ട് ചെയ്തു നമ്മള്. അപ്പൊ ഞങ്ങളിപ്പോ ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ചിലയിടത്തൊക്കെ ചെല്ലുമ്പം നമ്മളിപ്പോ കോളേജ് അല്ലാതെ വെളിയിലത്തെ ഇവന്റ്സിനൊക്കെ ചെല്ലുമ്പോൾ മണിച്ചേട്ടന്റെ പാട്ട് പാട് നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ അത് പാടെന്ന് പറയുമ്പം നമ്മൾ പാടാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയോടുള്ള റെസ്പെക്ട് കൊണ്ടാ. കാരണം പുള്ളി അത്രയും കിടിലോട് ചെയ്യുന്ന ഒരു സാധനം നമുക്ക് തൊട്ട് നശിപ്പിക്കാൻ പറ്റത്തില്ല. ആ ഒരു പേടിയാ. അല്ലാതെ നമ്മൾ ഈ പുതിയ മോഡേൺ ട്രാക്സ് ചെയ്യണ എല്ലാവരുടെയും പേടിയും അതായിരിക്കും ചിലപ്പോ അല്ലേ. നമ്മളൊരു കോൺസേർട്ടിനൊക്കെ ചെല്ലുമ്പോൾ മണിച്ചേട്ടന്റെ പാട്ട് നിങ്ങൾ പാടെന്ന് പറയുമ്പോൾ അതൊരിക്കലും ഡിസ്റെസ്പെക്ട് ആയിട്ട് നമ്മൾ പാടാതിരിക്കണതല്ല. അത് പുള്ളി ഒരു ലെവലിൽ എത്തിച്ചു വെച്ചിട്ടുണ്ട് ആ സാധനം. അതിനോട് മാച്ച് ചെയ്യാൻ നമുക്ക് ഇതുവരെ തൊടാൻ പറ്റിയിട്ടില്ല, റീച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങള് സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അതൊക്കെ പുള്ളിന്ന് പഠിച്ചതാ. പുറത്തിറങ്ങി എനിക്ക് തോന്നുന്നു വേറെ സിംഗേഴ്സ് അങ്ങനെ പുറത്തിറങ്ങി ആൾക്കാരെ അതിന് മുന്നേയുള്ള കുറച്ചധികം സിംഗേഴ്സ് എങ്കിലും സ്റ്റേജിന്റെ അകത്ത് ആ ഒരു സ്പേസ് അല്ല യൂട്ടിലൈസ് ചെയ്ത് പുള്ളിക്ക് എല്ലാം. അത് പുറത്തെ കോൺസേർട്ട് ആണെങ്കിലും അങ്ങനെയാണ്. മറ്റേ ഹോളിവുഡിലാണെങ്കിലും മറ്റേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പോലും ഇല്ലാതെയാണ് പുള്ളി ഇത്രയും ക്രൗഡിനെയൊക്കെ പുള്ളി ചെയ്ത് ടൈമിലെ ആ ഇന്ററാക്ഷനും. ഇപ്പഴാണ് നമുക്ക് പറയാം റീൽസ് കണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഞാനൊരു കോൺസേർട്ടിലോട്ട് വരുവാണെങ്കിൽ പറയാം ഫെജോ ബ്രോ സ്റ്റേജിൽ പെർഫോം ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയാം. പക്ഷെ പുള്ളിക്കൊന്നും അങ്ങനെ ഫോളോ അപ്പ് ചെയ്യാൻ സോഷ്യൽ മീഡിയയും അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. പുള്ളിയായിട്ടുള്ള ഒരു ശൈലി കൊണ്ടുവന്നത് തന്നെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് അദ്ദേഹത്തിന്റെ പാട്ടുകള്
കള്ള CD ആയിട്ട് ഇറക്കി ഗൾഫിൽ കുറെ പേര് ജീവിച്ചിട്ടുണ്ട്. ആണല്ലേ? Means ഇദ്ദേഹം ഉള്ളത് കൊണ്ട് പുള്ളിയുടെ CD കോപ്പി ചെയ്ത് അത് വിറ്റ് കുറെ പേര് അന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയുണ്ട് ഗൾഫിൽ. അതല്ലേ ആ മണിച്ചേട്ടന്റെ പാട്ടുകളെ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞല്ലേ, അല്ലെങ്കിൽ ട്രാക്സ് എന്ന് പറഞ്ഞ നമ്മള് ശൈശവ പറയുമ്പോ എപ്പോഴും കലാമണീനെ ഓർക്കണം. പക്ഷെ അതുപോലെ തന്നെ മികച്ച കുറെ സിംഗേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ദാസേട്ടന്റെ കാര്യം അന്ന് ആശു പറഞ്ഞില്ലേ, യേശുദാസ്. അതായത് പുള്ളി ഇപ്പൊ നമുക്ക് മൈക്ക് സൗണ്ട് ചെക്ക് അല്ലെങ്കിൽ മൈക്ക് ഓരോ സൗണ്ട് ടെക്നീഷ്യൻ വേണം നമുക്ക്. അതിന്റെ എക്കോ റിവേർബ് അല്ലെങ്കിൽ അതിന്റെ എഫക്ട്സും കാര്യങ്ങളും നമ്മൾ ആദ്യമേ ഇപ്പം ന്യൂജൻ സിംഗേഴ്സ് കയറുന്ന ടൈമിൽ ആക്ച്വലി സൗണ്ട് ചെക്ക് ചെയ്യാറുണ്ട്. സൗണ്ട് ചെക്ക് ചെയ്യുന്നത് ഇതിന്റെ EQ ഇങ്ങനെയാണ്, മറ്റേത് കംപ്രസർ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത് പ്രോഗ്രാം ചെയ്യാറുണ്ട്. ബട്ട് ദാസേട്ടൻ വേറൊരു മറ്റേ സിമ്പിൾ ആയിട്ടുള്ള ആംപ്ലിഫയർ മതി. അഹുജയുടെ ഒക്കെ എന്ന് പറഞ്ഞിട്ട് ആംപ്ലിഫയർ ഉണ്ടല്ലോ പച്ചകത്ത്, മൈക്കും കൊടുത്താൽ മതി. മിക്സിങ് ചെയ്യണ്ട, പുള്ളി തന്നെ ലൈവില് ഏതൊരു കുറവാണെങ്കിൽ അവിടെ പിടിക്കാം. അങ്ങനെ അത്രയും ലെജൻഡ് ആയിട്ടുള്ള MG ശ്രീകുമാർ പുള്ളി തന്നെ എത്ര റാപ്പ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഒരു പ്രോപ്പർ റാപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സിനിമയാണ് മഴയത്ത് മുൻപേ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ പടത്തില് ഒരു ആനി അല്ലാത്ത ഹീറോയിൻ അഭിനയിക്കുന്ന ഒരു കോളേജ് സോങ് ഉണ്ട്. അതിനിടയിൽ ഒരു റാപ്പ് പോലത്തെ ഒരു ബിറ്റ് ഉണ്ട്. അത് MG ശ്രീകുമാർ പാടിയേക്കണം. MG ശ്രീകുമാറെ സത്യം പറഞ്ഞാൽ ഒരു ആദ്യത്തെ റാപ്പറായിട്ട് തന്നെ കണക്കാക്കാം. ഇത് ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി പുള്ളിനോട് തന്നെ നേരിട്ട് പോയി പറയാൻ. ഞങ്ങൾ ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗറിൽ പുള്ളിയായിരുന്നു ഗസ്റ്റ്. അപ്പൊ റാപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ പുള്ളിയും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് സംസാരിച്ച്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ ആദ്യത്തെ റാപ്പർ എനിക്ക് സാറ് തന്നെ ആയിരിക്കും. അപ്പൊ പുള്ളി എനിക്ക് ചന്ദനമണി സന്ധ്യകളുടെ യോധയിലെ ട്രാക്കൊക്കെ പുള്ളി ഞങ്ങളെ പാടി കേൾപ്പിച്ചിട്ടൊക്കെ പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ഇങ്ങനെ ഒരു മറ്റേ വേടന്റെ ഇഷ്യൂ ഉണ്ടായപ്പോ ഉണ്ടല്ലോ, നമുക്ക് പുള്ളിയൊക്കെ ഭയങ്കരമായിട്ട് ഇതാക്കണ കാണാം ഇപ്പോഴത്തെ ഓഡിയൻസ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാനും ഈവൻ പുള്ളിയെ വേടനെ അനുകൂലിച്ച് മറ്റേ സ്റ്റോറി പോസ്റ്റ് ഒക്കെ ഇട്ട ആളാണ്. അപ്പൊ ഞാൻ പറയാം, പക്ഷെ ഒരാൾ വരുമ്പോ നമ്മൾ വേറൊരാളെ താത്തി പറയണ ഒരിക്കലും ശരിയല്ല. അതെ പുള്ളിയുടെ ഇപ്പൊ പുള്ളി ചെയ്യുന്ന ജോണർ ഒരിക്കലും വേടന് ചെയ്യാൻ പറ്റില്ല, വേടൻ ചെയ്യുന്ന ജോണർ പുള്ളിക്ക് ചെയ്യാൻ എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റില്ലെന്നല്ല, രണ്ടുപേർക്കും. അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പൊ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യം ഒരിക്കലും ഇല്ലല്ലോ. അവർക്ക് എന്തെങ്കിലും സെപ്പറേഷൻ ഉണ്ടല്ലോ ബ്രോ. ഇപ്പൊ എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ചിലപ്പം MG ശ്രീകുമാറിന്റെ പാട്ടാണ് ഇഷ്ടം. ഇപ്പം വരുന്ന പിള്ളേരുടെ അവരുടെ ട്രെൻഡ് അതായിരിക്കാം മേ ബി. വേടൻ ആക്ച്വലി നമ്മുടെ അടുത്ത നല്ല സുഹൃത്താണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരിക്കലും ഇങ്ങനെ കാറ്റഗറി പെടുത്തണം എന്നുള്ള സാധനമൊന്നുമില്ല. ബട്ട് ഇവര് ആക്ച്വലി ലെജൻസ് ആണ്. വേടൻ ആക്ച്വലി അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഹിസ്റ്ററി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കമ്പാരിസൺ പ്രശ്നമാണ്. ഈ കമ്പാരിസൺ ഭയങ്കര പ്രശ്നമാണ്. അത് ഇപ്പൊ ഈ മ്യൂസിക് ഫീൽഡിൽ മാത്രമല്ല, പെജോർ കണ്ടിട്ടില്ലേ, ഇപ്പം രണ്ടാളി ധോണി കളിച്ചില്ലെങ്കിൽ ധോണി മറ്റേ മീമിൽ അടുത്തത് മീമിലാണ്, രണ്ടാളി കോഹ്ലി കളിച്ചില്ലേ കോഹ്ലി അടുത്തത് മീമിലാണ്. ഈ ഫാൻസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ടോക്സിക് ഫാൻ ബേസ് ആയി പോയി. ഇത് റാപ്പിലും ഉണ്ട് കേട്ടോ ബ്രോ. ആണല്ലേ? ഞാൻ തുടങ്ങിയ സമയത്ത് എന്ത് റാപ്പ് കോപ്പ്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ സ്ട്രീറ്റ് അക്കാഡമിക്സ് അച്ചായം ചെയ്യണ പോലെ ആയിരിക്കും നിന്റെ, പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ തിരുമാലി ഫെജോ, പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ ഫെജോയുടെ ആപ്സി, പിന്നെ മലബാറിലെ പിള്ളേർ ഇപ്പൊ ഫെജോ വേടൻ. അപ്പൊ ഇത് ആൾക്കാർ ഇങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ബ്രോയിനെ വേറെ ഗെയിമേഴ്സ് ഈകളും കണ്ണാപ്പി അങ്ങനെ ഒരു കമ്പാരിസൺ സത്യം. ഈകളുടെ താഴത്തോട്ട് ഇറക്കുന്നതാണ്, കണ്ണാപ്പിയെ താഴത്തോട്ട് ഇറക്കുന്നതാണോ? ഇതിൽ ആരാണ് എന്നെ താഴത്തോട്ട് ഇറക്കണ പോലെ ആയി പോവാതെ, ഇവനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് തന്നെ. നമ്മളിപ്പോ എല്ലാം വെറുതെ പറയണ ഓഡിയൻസിന് അറിയാലോ. അല്ല ഫെജോർ, അപ്പൊ ഈ ഒരു റാപ്പിന്റെ ഈ ഒരു ഇപ്പൊ ശരിക്കും അതിന്റെ ഒരു പീക്ക് ടൈമിലാണോ നമ്മൾ നിൽക്കുന്നത്? ഞാൻ പറയും ഇനിയും അടുത്ത പീക്കിലോട്ട് പോകും. ഞാൻ തുടങ്ങിയപ്പോൾ ഒരു എയിം എന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മള് സ്പാനിഷ് പാട്ടുകളൊക്കെ കേൾക്കണല്ലോ, എന്റെ ലാംഗ്വേജ് അറിഞ്ഞിട്ടാണോ അതെ അല്ലെങ്കിൽ ഇപ്പൊ അറബിക് സോങ് നമ്മൾ എൻജോയ് ചെയ്യണം അറബി അറിഞ്ഞിട്ടല്ലോ. അതേപോലെ നാളെ നമ്മുടെ മലയാളം റാപ്പ് ഈ പറഞ്ഞ സ്പെയിനിലെ ആൾക്കാർ അറബികളും കേൾക്കണം. അതാണ് റാപ്പിന്റെ പീക്ക്. അവിടേക്ക് നമ്മൾ എത്തിക്കും. പിന്നെ അല്ല അപ്പൊ ഫെജോറൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞ എനിക്കിപ്പം ഉറപ്പാണ്. കാരണം ഗെയിമിംഗ് എന്ന് പറയുന്ന സാധനം ഞാൻ കളിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര കുറവായിരുന്നു. ആൾക്കാരിലേക്ക് പറഞ്ഞു മനസ്സിലാക്കി ഈവൻ എന്റെ അച്ഛനമ്മയെ ബോധ്യപ്പെടുത്തുന്നത് ഞാൻ ആശ്രയിക്കാറുണ്ട്. നമ്മള് റാപ്പ് അല്ലെങ്കിൽ ബീറ്റ് ബോക്സ് ചെയ്യുമ്പോ ഷോയിനാണോ ജോലിക്ക് പോണേണ്, അവൻ കളിച്ചു നടക്കണമെന്നില്ല, ഷോയിന് പോണേ. ഈകള് കണ്ണാമ്പി കളിയുമ്പോ അവൻ കളിച്ചു നടക്കണേടാ.
അത് എനിക്ക് അവരെ ബോധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല എഫേർട്ട് ഇടേണ്ട വന്നു, അല്ലെങ്കിൽ നല്ല ടൈമും എടുത്ത്. അപ്പൊ ഫെജോ ബ്രോ ഒരു OG ഒരു റാപ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു ഇപ്പൊ വീട്ടിൽ ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്കൊരു ഇതൊക്കെ വരുമല്ലോ ഫെജോ ബ്രോ, ഈ എന്താ പറയുക ബാധ്യത, അല്ലെങ്കിൽ ബാധ്യത ഇല്ലെങ്കിൽ പോലും കുടുംബം നോക്കുക, അല്ലെങ്കിൽ ഒരു ജോലി മേടിക്കുക എന്നൊക്കെ ഉള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെ വരുന്ന സമയത്ത് ഫെജോ ബ്രോയ്ക്ക് അത് എങ്ങനെയായിരുന്നു ഈ റാപ്പ്, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയോ, അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയോ, എങ്ങനെയായിരുന്നു ആ ഒരു ഗ്രോയിങ് സ്റ്റേജ്? കൂടുതലിടത്തിന്റെ കാര്യം പറഞ്ഞു, അച്ഛനെന്നും പ്രാക്ക, കുടുംബത്തിലുള്ളവർ പറയും ഇവന്റെ കാര്യം പോക്ക, അത് റിയൽ ലൈഫ് പ്രശ്നം തന്നെയാണ് ഞാൻ എഴുതിയത്. ആണല്ലേ? അത് എങ്ങനെ മാറ്റിയെടുത്ത ഫെജോ ബ്രോ, അത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്? കാരണം ഇപ്പോഴാണെങ്കിലും ഞങ്ങൾ കഴിഞ്ഞോട്ടെ ഫെജോ ബ്രോ ലാസ്റ്റ് ഞാനത് റെസ്റ്റോക്ക് ചെയ്തതല്ല, ഫെജോ ബ്രോ ലാസ്റ്റ് ഇപ്പം ആസിഫിക്ക വന്നപ്പോഴും എൻ്റെ അടുത്ത് ഓഡിയൻസ് കുറെ പേര് ചോദിച്ചതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ത്രൂ ഔട്ട് ദ ജേണി, അല്ലെങ്കിൽ എങ്ങനെ വന്നു, ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചാല് ലൈക്ക് ഫെജോ ബ്രോയെ പോലെ ആവണം, അല്ലെങ്കിൽ അതുപോലെ റാപ്പർ ആവണം, വേറെ പോലെ റാപ്പർ ആവണം, അവർക്കൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം, നിങ്ങളുടെ ആ ഒരു ജേണി പറയുമ്പോൾ അവർക്കും കൂടെ ഒരു സന്തോഷമാവണം. ഉറപ്പായിട്ടും. ഇപ്പൊ ഈഗിള് കണ്ണാപ്പിയുടെ കേസ് നമ്മൾ ഗെയിമിങ്ങായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ അന്ന് ഇങ്ങനൊരു ഇതൊരു ജോലിയാണെന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാകുമെന്നോ ആരും ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ ഗെയിമിംഗ് കടന്നു വരുന്ന ആൾക്കാർക്ക് ചൂണ്ടിക്കാണിക്കാൻ മാതൃകകളുണ്ട്. ഇതേപോലെയൊക്കെ എനിക്ക് ചിലപ്പോ ഗെയിമർ ആകാൻ പറ്റും, ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാകും, എനിക്ക് കുടുംബം നോക്കാൻ പറ്റും, വീട് പണിയാൻ, എനിക്ക് നല്ല വണ്ടി എടുക്കാം. അതെ, റാപ്പിനും ഇപ്പൊ പുതിയതായിട്ട് കടന്നു വരുന്ന ആൾക്കാർക്ക് മാതൃകകളുണ്ട്. ഞാനൊക്കെ ചെയ്യുമ്പോ റാപ്പ് എന്ന് പറഞ്ഞ സാധനം മീൻസ് കാണിച്ചു കൊടുക്കാൻ മാതൃകകളൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മള് അത് ഇങ്ങനെയൊക്കെ വിജയിക്കാൻ പറ്റും എന്ന് കാണിച്ചു കൊടുത്ത പോലെ ഇനിയുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി എളുപ്പം. പക്ഷെ അവർക്ക് മുന്നിലുള്ള ഹഡിൽ എന്ന് പറയണത് എങ്ങനെ ഞങ്ങളെക്കാളും മികച്ചതാകാം. കാരണം ഇനി മറ്റൊരു ഫെജോയോ വേടനോ തിരുമാലിയോ അല്ലെങ്കിൽ ഡാപ്സിയോ വന്നിട്ട് കാര്യമില്ല, അവരെ ഓഡിയൻസ് ഓൾറെഡി സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പൊ അവരിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു കഴിവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്ട്രീം സ്കില്ലൊക്കെ ഉള്ള ഒരാൾക്ക് ഇനി പെട്ടെന്ന് കയറി വരാം, കുറച്ചുകൂടെ എളുപ്പമല്ലേ? ശരിയാണ്. കാരണം ഫെജോ ബ്രോ ഉണ്ടായിരുന്ന ടൈമിൽ അന്നുണ്ടായിരുന്ന ഒരു ഫേസ്ബുക്ക് അല്ലെ യൂട്യൂബ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ അതല്ല, മാധ്യമങ്ങൾ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ആയില്ലേ. ഇൻസ്റ്റാഗ്രാമില് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലിറിക്ക് പരിപാടി എഴുതിയിട്ട് അവന് വിജയിക്കും. ബോബ് ഇവിടെ ഇരിപ്പുണ്ട്, ബോബും കൂടി കേൾക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തൊരു നല്ല സാധനം റീലിട്ടാ മതി എന്ന്. എനിക്ക് 2013 മുതൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണേ, 2018 എനിക്ക് ആദ്യത്തെ സിനിമ കിട്ടണം. ഈ ത്രൂ ഔട്ട് ജേണിയില് ഫെജോ ബ്രോയ്ക്ക് ഇനിഷ്യലി അപ്പം വീട്ടിൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു? ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തോളാം പറഞ്ഞോ അതോ? ഇല്ല. ഞാൻ വീട്ടുകാര് കല്യാണത്തിന് പോണ സമയത്ത് എനിക്ക് തലവേദന എന്ന് പറഞ്ഞ് വീട്ടിൽ കിടക്കണ ആ ഗ്യാപ്പിലാണ് സോങ് റെക്കോർഡ് ചെയ്യണം. കാരണം എന്റെ കമ്പ്യൂട്ടർ ഇരിക്കണത് മെയിൻ റൂമിൽ തന്നെയാണ്. അവരെ കാണിച്ച് മീൻസ് ഞാൻ തെരുവിന്റെ കലാകാരൻ എന്ന് പറഞ്ഞാൽ എന്തൊട്ട് കോപ്പാടാ ചവിട്ടായിരിക്കും. അപ്പൊ ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് ചെയ്യാൻ. അപ്പൊ അങ്ങനെയാണ്, ഒരു സ്വീകാര്യത ഉണ്ടായില്ല. വീട്ടിൽ തന്നെയായിരുന്നു ചെയ്യണതൊക്കെ? വീട്ടിൽ തന്നെ എല്ലാ മൈക്കിലെല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യാറ്. അന്ന് ചാറ്റ് മൈക്കിലൊക്കെ റെക്കോർഡ് ചെയ്യും. ചമ്മിപ്പോയി എന്നൊക്കെ പറഞ്ഞ ആശു പറഞ്ഞിട്ട് ചാറ്റ് മൈക്കിലാ. എനിക്ക് ഞാൻ കമ്പ്യൂട്ടർ മറ്റേ പഠിക്കണ സമയത്ത് പ്രോജക്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞ് നൈസായിട്ട് മേടിച്ചതാ കഷ്ടപ്പെട്ട്. എന്നിട്ട് എനിക്ക് കമ്പ്യൂട്ടറും വലിയ സ്കില്ലില്ല, മീൻസ് ഞാൻ ഉപയോഗിച്ച് പരിചയമില്ല. ഞാൻ അന്ന് മേടിച്ച് ഒരാഴ്ചക്കുള്ളിൽ കുത്തിയിരുന്ന് FL Studio എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അതൊക്കെ പഠിച്ച് അന്നൊരു കഫേയിലേക്ക് ഓടിയാണ് റെക്കോർഡ് ചെയ്തത്, മീൻസ് അപ്ലോഡ് ചെയ്തത് ഈ ട്രാക്ക്. പോയി. അപ്പൊ ഇത് എപ്പോഴാണ് ലൈക്ക് അവരുടെ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ ഇതാണ് ഫെജോ ബ്രോയുടെ വഴി? അത് ബന്ധുക്കള് പറഞ്ഞു തുടങ്ങി, ഇവന്റെ പാട്ട് കൊച്ചിരുന്ന് കേൾക്കുന്നുണ്ടായി, ഇവൻ തന്നെയാണ്. അത് ചോദിക്കാൻ കാരണമുണ്ട്. ഇപ്പൊ ആശനൊക്കെ അത് കുറച്ചും കൂടി അറിയാം. ഞാൻ ഭയങ്കര പേടിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു പുതിയ റാപ്പേഴ്സിന് ചിലപ്പോൾ ഇൻസ്പിറേഷൻ ആയിരിക്കും കേട്ടോ. ഞാൻ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ആളായിരുന്നു, ഞാൻ ഭയങ്കര പതുങ്ങിക്കുന്ന ആളായിരുന്നു. മീൻസ് ബന്ധുക്കളെ കണ്ടാൽ എനിക്ക് ഉത്തരം കൊടുക്കാനില്ല, പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ സ്കിപ്പ് ചെയ്ത് കളയും പേടിച്ചിട്ട് പോവാൻ. അപ്പൊ ഞാൻ ഭയങ്കര അന്തർമുഖനായി വരുമ്പോ വീട്ടുകാർക്കും ടെൻഷൻ. പക്ഷെ ഞാൻ എൻ്റെ പെയിൻ ഒക്കെ മറന്നത് പാട്ട് എഴുതിയപ്പോഴാണ്. മീൻസ് ഈ കുളിരത്തെയാണെങ്കിൽ അല്ലെങ്കിൽ അന്നത്തെ പാട്ടുകൾ ഞാൻ അനുഭവിച്ച പെയിൻ ആൾക്കാരോട് എക്സ്പ്രസ് ചെയ്ത് തുടങ്ങി. അത് കേൾക്കാൻ ഒരാൾക്കാർ അന്ന് യൂട്യൂബിലെത്തിയപ്പോൾ എനിക്ക് കുറച്ച് ആത്മവിശ്വാസം കിട്ടി തുടങ്ങി. അങ്ങനെ ഓഡിയൻസ് തന്ന ആത്മവിശ്വാസം ആണ് ഫെബിൻ ജോസഫ് എന്നുള്ള ആളെ ഇപ്പൊ ഫെജോ ആക്കി ഇത്രയും ഓഡിയൻസിന് മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളാക്കി. ബേസിക്കലി അപ്പം യൂട്യൂബ് വ്യൂസ് ആണോ ഫെജോ ബ്രോയ്ക്ക് വീട്ടിലും ഒരു സപ്പോർട്ട് തരാനുള്ള ഒരു ഇതായത്? വീട്ടില് പിന്നെയും കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് സപ്പോർട്ട് കിട്ടിയത് ബ്രോ. അതായത് നേരത്തെ പറഞ്ഞ റിലേറ്റീവ്സ് ഒക്കെ നല്ലത് പറഞ്ഞു തുടങ്ങിയപ്പോ ഇവർക്ക് അത്ഭുതം, ഇവൻ ഇത് എപ്പോ ചെയ്യണം, കണ്ടിട്ടും കൂടി ഇല്ലല്ലോ, ഇവൻ വീട്ടില് ഫുൾ ടൈം കട്ടിൽ കിടക്കണം അല്ലെങ്കിൽ കുമ്പിട്ടിരിക്കണം, ഇവൻ തന്നെ ആവാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഡൗട്ട്. പക്ഷെ ഇവർക്ക് ചോദിക്കാൻ ഇതില്ല. പിന്നീട് ഈ പറഞ്ഞ പോലെ സിനിമയില് 2018 എനിക്കിങ്ങനെ സിനിമ കിട്ടി.
ഇവര് സിനിമ ഇത് ഇത് ആര് അങ്ങനെയാണ് എനിക്കൊരു അത് കിട്ടും. പക്ഷെ അപ്പോഴും സപ്പോർട്ട് ഉണ്ടായില്ല. എപ്പോ ഒരു ഷോ ഒക്കെ ചെയ്ത് റവന്യൂ വന്നു തുടങ്ങി അപ്പൊ വീട്ടുകാര് അപ്പൊ ആദ്യമായിട്ട് ഷോസ് ഒക്കെ ചെയ്ത് സിനിമയിൽ ഒരു പ്രതിഫലം കിട്ടിയപ്പോ ഹാപ്പി ആയി. പക്ഷെ നമുക്ക് വീട്ടുകാരെ തെറ്റു പറയാനും പറ്റില്ല. അത് ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്. ഇപ്പൊ അവർക്ക് നമ്മുടെ ഒരു നമ്മള് കുടുംബമായി നമുക്കൊരു കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞ് അവൻ വെറുതെ കളിച്ചു നടക്കുമ്പോ നമ്മള് പേരൻസിനെ ബ്ലെയിം ചെയ്യുന്നല്ല, അവർക്കൊരു ഇതുണ്ടാവുമല്ലോ, ഫ്യൂച്ചർ ഓർത്തൊരു കൺസേൺ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. അതിന്റെ പേരിലാണ് അതൊക്കെ എനിക്ക് ഇപ്പോഴാണ് സത്യം പറഞ്ഞ മനസ്സിലായത്. സത്യത്തിൽ നമുക്ക് ആ പ്രായത്തിൽ കുറച്ച് ഭയങ്കര റിബലായിരിക്കൂല. ഞാനും ഇവരുടെ അടുത്ത് ഞാനിങ്ങനെ എന്റെ ഗെയിമിംഗ് ജേണിയുടെ ഒക്കെ കാര്യം ഇങ്ങനെ ഞാൻ ഇവരെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറയും. എന്റെ ഓരോ പിള്ളേരൊക്കെ ചാറ്റിലൊക്കെ നമ്മുടെ അടുത്ത് പറയണം, വീട്ടിലെ അച്ഛനും അമ്മയും ഭയങ്കര സീന, ഇങ്ങനെ ഗെയിം കളിച്ചിരിക്കാൻ സമ്മതിക്കത്തില്ല, സ്ട്രീം ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഞാൻ എപ്പോഴും അവരോട് പറയണമെന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ ഇത്രയും കാരണം ഓരോരുത്തരൊക്കെ ലോൺ എടുത്തൊക്കെ ആയിരിക്കും പിള്ളേരെ പഠിപ്പിക്കുന്നത്. അല്ല ഇപ്പോഴും എനിക്ക് കമ്പ്യൂട്ടർ എന്താ ഉപയോഗം എന്ന് ചോദിക്കാതെ അവര് കഷ്ടപ്പെട്ട് സുരുക്കൂട്ടിയ പണം കൊണ്ട് ആ കമ്പ്യൂട്ടർ എനിക്ക് മേടിച്ച് തന്നതിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. സത്യം എല്ലാത്തിനും നമ്മൾ എന്ത് ഇപ്പൊ വീട്ടുകാർ എന്ത് ചെയ്തു തന്നില്ലെന്ന് പറഞ്ഞാൽ പോലും നമ്മളിപ്പോ ചെയ്ത് തുടങ്ങുന്നതിനകത്തുനിന്ന് ഒരു 10% എങ്കിലും അവരുടെ കോൺട്രിബ്യൂഷനിൽ നിന്നായിരിക്കും അവര് തിളപ്പിച്ച അല്ലെങ്കിൽ അവര് നമ്മളെ കൂട്ടി കെട്ടിയോണ്ടായിരിക്കാം നമുക്ക് ചിലപ്പോ മേ ബി അതും പറയാനുള്ള ഫാക്ടർ. അതായത് നമ്മളെ റെസ്ട്രിക്ട് ചെയ്യാൻ തുടങ്ങുമ്പോ നമുക്ക് പൊട്ടിച്ചെറിയാൻ ഒരു ശക്തി കിട്ടും. ഇപ്പൊ ഭയങ്കര പണക്കാരനായ ഒരാൾക്ക് ചിലപ്പോ പാഷൻ ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. എല്ലാവർക്കും കമ്പ്യൂട്ടർ ആണ് മറ്റേ എല്ലാം ഉണ്ടാവും. അങ്ങനെ ഒരു ആളെ ആദർശന് പരിചയം ഉണ്ടെന്നു എനിക്കുണ്ട്. എനിക്ക് മനസ്സിലായി. അതായത് എല്ലാ സെറ്റപ്പും ഉണ്ടായിട്ടും നമ്മളെ പാഷൻ ഫോളോ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ആദർശനൊന്നും ഒന്നുമില്ല. പക്ഷെ ആ ഒരു റെസ്ട്രിക്ഷനിൽ നിന്നാണ് നമ്മൾ ഫൈറ്റ് ചെയ്ത് ഇപ്പൊ ഈകളുടെയും കണ്ണാപ്പയുടെയും ഒപ്പം ഇരിക്കാൻ പറ്റും. അപ്പൊ ഇത് തന്നെ ആയിരിക്കണം ഇപ്പൊ ഗെയിമർ ആകാനും ബീറ്റ് ബോക്സർ ആകാനും റാപ്പർ ആകാനും കടന്നു വരാനും. പിന്നെ ഒരു ടിപ്പും കൂടി എനിക്ക് തരാനുള്ളത്, നമ്മൾ ചെയ്യുന്ന ആർട്ടിനോട് നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം. ഒരിക്കലും കടങ്ങൾ വീട്ടാം. ഒരു ഈഗിളിന്റെ പോലെ നല്ല കാർ എടുക്കാം, സ്റ്റേജിൽ കയറി കുറെ കാശ് ഉണ്ടാക്കാം, നല്ല ചെയിനൊക്കെ ഇടാം, കുറെ പേരെ ലൈൻ അടിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഓർത്ത് തന്നെയാണെങ്കിൽ നടക്കും. പക്ഷെ ഓടൂല. പക്ഷെ നമ്മൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് നമ്മുടെ ആർട്ട് ഫോളോ ചെയ്യണമെങ്കിലും നമ്മൾ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഓടും. അല്ല ഫെജോ ബ്രോ, എന്റെ ഡൗട്ടാണ്, ഈ ഫെജോ ബ്രോ ഇപ്പം ഈ റാപ്പിലോട്ട് ഇറങ്ങണോ ഇതിന്റെ ഇൻസ്പിറേഷനോ അല്ലെ എന്തൊരു ഇനിഷ്യൽ ഇത് അല്ലാതെ ആരായിരിക്കും? എമിനം എന്നുള്ള ആർട്ടിസ്റ്റ് ബ്രോ. എമിനം ആണ്. അത് എന്നെ അനിയനും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് CD ഒക്കെയാണ്. ഇതൊക്കെ പറയുമ്പോ ഞാൻ ഭയങ്കര അല്ല ഞാൻ കാസറ്റിൽ കേൾക്കുവായിരുന്നു. കാസറ്റിലൊക്കെ റെക്കോർഡ് ചെയ്തു. നമ്മളൊക്കെ ഇപ്പൊ പിള്ളേർ കാണുന്നത് നമ്മളൊക്കെ വള്ളിയെ തൂങ്ങി സ്കൂളിൽ പോയ ആൾക്കാരൊക്കെ ഞങ്ങൾ ശരിക്കും ജന്നാൽഫാൻ. അപ്പൊ ഈ അനിയൻ എനിക്ക് CD കൊണ്ടുവന്നു ഇംഗ്ലീഷ് പാട്ടുകൾ. അപ്പൊ നമ്മള് ഈ പറഞ്ഞ മലയാളം പാട്ടാണ് ബെസ്റ്റ്. വേറെ പാട്ടൊന്നും നമുക്ക് കേൾക്കണ്ട. പിന്നെ തമിഴ് ഹിന്ദിയൊക്കെ കുറച്ച് കേൾക്കാം, ഇന്ത്യക്കാരായതുകൊണ്ട്. ഇംഗ്ലീഷൊക്കെ നമ്മുടെ സാധനമൊന്നുമില്ല. പക്ഷെ അനിയൻ പറഞ്ഞ് കേട്ട് നോക്ക് നല്ലതാണ്. അപ്പൊ എയ്ക്കോൺ എന്നൊക്കെ പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഞാൻ കുറെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള. അപ്പൊ എയ്ക്കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പുള്ളിയുടെ ടോണും. അപ്പൊ എയ്ക്കോണിന്റെ സ്മാക്ക് ദാറ്റ് എന്നുള്ളൊരു പാട്ട് നല്ല ട്യൂൺ പരിപാടിയാണ്. ഫൈനൽ ലുക്സ് ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എമിനം കയറി വന്നുണ്ട്. അപ്പൊ ഇയാൾ എന്തിട്ട് ഈ മര്യാദക്ക് പാടിക്കൊണ്ടിരുന്നത് നശിപ്പിച്ചു ഇയാള്. അപ്പൊ റാപ്പ് ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. അപ്പൊ ഇതെന്താ ട്യൂണിലൊന്നും അല്ലല്ലോ ഇയാൾ പറഞ്ഞത്, ഇയാൾ എന്താ പറയണേ, ഇത് എന്ത് മേടാണല്ലോ ഇയാൾ. പിന്നെ ഞാൻ നോക്കിയപ്പോ പുള്ളിയുടെ കുറെ പാട്ടുകൾ അത് കിടപ്പുണ്ട്. അപ്പൊ നോക്കിയപ്പോ നല്ല രസം. പിന്നെ ആ ലിറിക്സിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോ ഇത് കൊള്ളാം. അതായത് ഇപ്പൊ എയ്ക്കോൺ 4 വരി പാടുന്ന സമയം കൊണ്ട് ഉള്ളിനെ അവിടെ 32 വരി പാടി കഴിഞ്ഞു. അപ്പൊ കൂടുതൽ കണ്ടന്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. പിന്നെ എനിക്ക് മറ്റേ എഴുത്ത് കവിത പരിപാടിയൊക്കെ ഉണ്ടായി. അപ്പൊ ഞാൻ അതിന്റെയൊക്കെ പാരഡി ഇറക്കി തുടങ്ങി ബ്രോ. പിന്നെ ആ പാരഡിയിൽ നിന്നാണ് സ്വന്തമായിട്ട് നമുക്ക് ചെയ്തുകൂടെ എന്നുള്ള ഐഡിയയില് ലാൻഡ് ആയതാണ്. അല്ല ഈ എമിനൊക്കെ ആ ടൈമില് ബീഫ് ചെയ്യുന്ന അറിയത്തില്ലേ? മറ്റേ ഇല്ല, അത് അന്ന് CD യുഗം ആ ടൈമിലല്ലേ. പിന്നെ മനസ്സിലായിട്ടില്ലേ ബീഫൊക്കെ? ബീഫല്ല, എമിനും മറ്റേ നമ്മള് ആരെയാണ് മെഷീൻ ഗൺ ഗല്ലീനൊക്കെ MGK-നെയൊക്കെ ബീഫ് ചെയ്തിട്ടുണ്ട്. അല്ല നമ്മൾ അതുപോലെ മലയാളത്തിൽ ഇതുവരെ മലയാളത്തിൽ ബീഫ് നടക്കുന്നുണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഹിപ്പ് ഹോപ്പ് റാപ്പ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ
അത് താഴെ കൂടെ അങ്ങോട്ട് നടക്കുന്നുണ്ട്. സൈഡായിട്ട് ഇങ്ങനെ പിന്നെ ഒരു കൾച്ചർ ആയതുകൊണ്ട് അതെല്ലാം പെടും അതിന്റെ അകത്ത്. പക്ഷെ ഞാൻ മറ്റേ അന്ധമായ ബീഫിനെതിരാണ്. അതായത് ഒരാൾ വളർന്ന് ഒരു പീക്കിലെത്തുമ്പോ വെറുതെ ഒന്ന് കയറിക്കളയാം എന്ന് പറയുന്നത് കറക്റ്റ് ആണോ എന്നില്ല. പക്ഷെ ആ പറയുന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ മറ്റുള്ള ബാധ്യസ്ഥനമാണെന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെ തെറ്റുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകാം, വേണമെങ്കിൽ അതിന് മറുപടി കൊടുക്കാം. എനിക്ക് നല്ല ബീഫ് ചോറും കൂടി തിന്നാൻ മമ്മി താഴെ കപ്പയും ബീഫ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബീഫിന്റെ പറഞ്ഞപ്പോഴാണ് അത് പുറത്ത്. നമ്മള് കുറെ നേരം ഫെജോബ്രോയുടെ കാര്യങ്ങളൊക്കെ കേട്ട് ആദർശ് ഫെജോബ്രോയുടെ നമ്മളൊരു പാട്ടും പാടിച്ച്. അപ്പൊ പാടിയത് ഞാൻ എന്ന പേരാണ് പാടി സത്യം പറഞ്ഞ. അപ്പൊ ആദർശ് ബ്രോയുടെ കാര്യം നിങ്ങൾക്ക് നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ആദർശ് ബ്രോയുടെ കൂടെ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇതില് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഇങ്ങനെ മുമ്പോട്ട് വന്ന് ഇത് ഈ ഒരു ഫീൽഡിൽ വന്നിട്ടുള്ളൂ അല്ലേ? ഇപ്പം ബീറ്റ് ബോക്സിൽ ഇവിടെ നമ്മുടെ മാത്രമല്ലോ ഇപ്പൊ അങ്ങനെ വേറെ അത്ര എക്സ്പോഷർ കിട്ടിയല്ലോ ഫേമസ് അല്ല. ഈ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കുറെ പിള്ളേരെ കണ്ടിട്ടുണ്ട് ബീറ്റ് ബോക്സ് പ്രൊഫഷൻ ആക്കി വരുമാനം കിട്ടുന്നത്. ആക്ച്വലി ബീറ്റ് ബോക്സിംഗ് എന്നൊരു ആർട്ട് ഫോം എനിക്ക് ഏകദേശം 2016 വരെ അറിയില്ലായിരുന്നു, ഒട്ടും അറിയില്ലായിരുന്നു. അപ്പം ഇത് എൻ്റെ ഒരു വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ് ഈ വീഡിയോ കാണിക്കുന്നതും ഇതിനെ പഠിപ്പിക്കുന്നത്. രാഹുൽ എന്നാണ് പുള്ളിയുടെ പേര്. ഓക്കെ, അപ്പോൾ ഈ പുള്ളിയുടെ മറ്റേ ടോക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ ഈ പുള്ളി എന്താണ് വീഡിയോ കാണിച്ചെന്നുള്ള സാധനം വെച്ചിട്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്യാൻ പഠിക്കാൻ തുടങ്ങി. എനിക്ക് അന്നേരം പോലും ഇത്രയും വാല്യൂ ഉള്ള സാധനം ടെഡെക്സ് എന്ന് പറഞ്ഞിട്ട് പരിപാടി, അതിന്റെ ഒരു വീഡിയോ ആണ് പുള്ളി കാണിക്കുന്നത്, ടോം ടം എന്ന് പറഞ്ഞ പുള്ളി. അപ്പൊ ഇത് കണ്ടിട്ട് ആക്ച്വലി എനിക്ക് ഇൻസ്പയർ ആയിട്ട് ഞാൻ അന്ന് മിമിക്രി ചെയ്യാൻ ബ്രോ മറ്റേ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിട്ടുണ്ട്. സ്റ്റേജിന്റെ കാര്യത്തിൽ ഭയങ്കര എക്സ്പീരിയൻസ്. എന്റെ അടുത്ത് ഇതിനു മുമ്പ് നമ്മളൊരു പരിപാടിക്ക് പറഞ്ഞിട്ടുണ്ട്, ഫെജോബ്രോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഫെജോബ്രോയെ സ്റ്റേജ് ഫിയർ മാറ്റി മോൾഡ് ചെയ്തെടുത്തത് ഞാൻ ഷോ ചെയ്യാൻ കാരണം എഡിജാണ്. ഞാൻ പറഞ്ഞില്ല, ഈ കഥ പറഞ്ഞുതരാം. ഞാനും ഫെജോയും കൂടെ ആക്ച്വലി കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഒരുമിച്ച് കൊളാബ് ചെയ്യണം. അപ്പൊ ഞാൻ ബീറ്റ് ബോക്സിംഗ് പുള്ളി റാപ്പ് ചെയ്യണം. അപ്പം ഞങ്ങൾ വന്നിരിക്കാൻ നേരത്തെ ഞങ്ങൾ അന്നേരമാണ് ആക്ച്വലി ഞങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ കൂടുതൽ അടുക്കുന്നത് ആ ടൈമിലാണ്. അപ്പൊ പുള്ളി വന്നിട്ട് ഞാൻ ഇങ്ങനെ ഷോ ചെയ്യുന്നുണ്ടെന്ന് പുള്ളി അറിഞ്ഞു. പുള്ളി ഭയങ്കര ടെൻഷൻ, എക്സ്ട്രീം ടെൻഷൻ. അണ്ണ ചുമ്മാരി, ഞാൻ അണ്ണാന്ന് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പം ഇടയ്ക്ക് ഞങ്ങളെ എന്നെ അവനും അണ്ണാന്ന് ആണല്ലേ, അതേ പറയും, ഞാൻ കൊല്ലോണ്ടായിരിക്കും മേ ബി, റെസ്പെക്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചു, ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഹിപ്പ് ഹോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഫോണിൽ കുറേ എൻക്വയറീസ് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ആദർശ് ഇത്ര എൻക്വയറീസ് എനിക്ക് കിടപ്പുണ്ട്, എനിക്ക് ഇത്രയും പരിപാടി എനിക്ക് കിട്ടാറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എൻക്വയറി ചെയ്തിട്ടേക്കുന്നു. 2018 അത് റെഡ് ബുള്ളിന്റെ ഷോ അടക്കമുണ്ട് ബ്രോ. ഞാൻ പേടിച്ചിട്ട് ഒന്നും റിപ്ലൈ ചെയ്യണില്ല, കാരണം റിപ്ലൈ ചെയ്ത ഷോയിന് പോകണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നമുക്ക് കൊളാബ് അടിക്കാന്ന് പറഞ്ഞിട്ട് അന്നേരം തുടങ്ങിയ ബന്ധമാണ് ആക്ച്വലി. ഫസ്റ്റ് അതിനകത്തുനിന്ന് ഏതോ എൻക്വയറി കണ്ടിട്ട് നമ്മൾ റിപ്ലൈ ചെയ്ത് ഷോ ചെയ്തു. അതെ, അപ്പൊ എനിക്ക് അവിടുന്ന് പിച്ച് ചെയ്തു, ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല വിജയമായി. അതെന്താന്ന് വെച്ചാ അത് ടിക്കറ്റ് ഷോയുടെ പരിപാടിയാ. അപ്പൊ ഞാൻ ആദർശനൊക്കെ ചോദിക്കും, പക്ഷെ എന്നെ കാണാൻ കാലം ടിക്കറ്റ് എടുത്ത് വരോ, കാശ് മുടക്കുള്ള പരിപാടിയല്ലേ. ഞാൻ എന്റെ അനിയൻ പോലും എന്നെ കാണാൻ ടിക്കറ്റ് എടുത്ത് പുള്ളിക്ക് ആക്ച്വലി പുള്ളിയുടെ വില അന്നേരം അറിയില്ലായിരുന്നു അന്ന്. അപ്പൊ ഞാൻ ഇത് ഇത്രയൊക്കെ പരിപാടി കിട്ടി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒന്ന് ചെറുതായിട്ട് ട്രെയിൻ ചെയ്ത്, അതുപോലെ ഈ നമ്മുടെ ഷോയിന് ഒരു സ്ക്രിപ്റ്റ് ആദർശ് റെഡിയാക്കി, നമുക്ക് ഇന്ന പാട്ട് ആദ്യം കൊടുക്കാം എന്നൊക്കെ ഉള്ള അത് ഫുൾ ആദർശാണ് ചെയ്തത്. അപ്പൊ അന്ന് തുടങ്ങിയ ബന്ധം ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും എന്റെ ഒപ്പം 8 വർഷമായിട്ടുണ്ട്. ഒമേകളിൽ ഒരാൾ വരാൻ കാത്തിരുന്ന 8 മണിക്കൂറാണെങ്കിൽ ഞാൻ എഡിറ്ററൊപ്പം വർക്ക് ചെയ്തത് എല്ലാത്തിലും നമ്മളൊരു ഒമേഗ കൊറോണ ടൈമാവുന്ന പരിപാടിയൊന്നുമില്ല. നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് നോർമലി ചെയ്യണം? അതായത് കാണാത്തവരുണ്ടാവും, കണ്ടിട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ഇതെന്താണ് ബീറ്റ് ബോക്സ് എന്താണ്, അല്ലെങ്കിൽ ബീറ്റ് ബോക്സ് എങ്ങനെ നമുക്കൊരു നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു ഐറ്റം ഞാൻ ചെയ്യാം ബ്രോ, ഉറപ്പായിട്ടും. ബീറ്റ് ബോക്സ് ആക്ച്വലി തുടങ്ങിയാണെങ്കിൽ മ്യൂസിക്കിന്റെ പാഷൻ കാരണമാണ്, എവിടെങ്കിലും എത്തണം എന്നുള്ള രീതിയിൽ. ഓക്കെ, അങ്ങനത്തെ രീതിയിൽ ബീറ്റ് ബോക്സ് പഠിച്ചു തുടങ്ങി. അത് മറ്റേ പാഷനായിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല, ബട്ട് ഇത് ട്രെയിൻ ചെയ്ത് ഇങ്ങനെ ഇതെനിക്ക് പഠിക്കണം എന്നുള്ള ഭാഷയിൽ വന്നതാണ്. അപ്പോൾ ഇത് പഠിക്കുന്നത് ആക്ച്വലി 3 അക്ഷരം പാസ്സാക്കുക. ഇത് ഫോഴ്സ് ചെയ്ത് പറയുമ്പോൾ ഇത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് അങ്ങോട്ടെടുത്ത് ഇങ്ങനെ
അത് കാണിച്ചു എല്ലാരും സൈലന്റ് ആയിരിക്കും. അടുത്ത ബിഗ് ബോക്സ് ഞാനായിരിക്കും. Okay. മീശയൊക്കെ വളർന്നുകൊണ്ട് അതോട് കേരളത്തിന്റെ ബീറ്റ് ബോക്സ് നിന്ന് പോട്ടെ. മീശയൊക്കെ വളർന്നുകൊണ്ട് ചുണ്ടിന്റെ ഇടയിൽ കയറുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ പോലെ ആക്കിയിട്ട് രണ്ടാമത് മീശ അതുകൊണ്ടാണ് ഞാൻ താടി വളർത്താത്തത്. ചുമ്മാ ഇരിക്കല്ലേ, ഒരു സാധനം ചെയ്യിപ്പിച്ചു തരാം. ഇത് കുറച്ച് മീശ. ഒറ്റ സൗണ്ട് മാത്രമേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. വാവ്. പട്ടി കേറിയിട്ടോ അങ്ങനല്ല. വാവ്. ആ അങ്ങനല്ല, ഇതിലും മറ്റേ മിക്കി മൗസിലെ ഗൂഫി ഗൂഫി ഉത്തരേ ഉള്ളൂ. വാവ്. എന്താളിയാ, നമുക്ക് ബീറ്റ് ബോക്സ് ഈഗിളിനാക്കിയല്ലോ. ഈഗിളാക്കിയ നേരെ മേലോട്ടായിരിക്കും കേട്ടോ. ഞാൻ തന്നെ ചെയ്യാം, കുഴപ്പമില്ല. സിമ്പിൾ ആണ്. ഇതെങ്ങനെയാണ് ഈ ശബ്ദം വരുന്നത്? നമ്മളിങ്ങനെ ആക്കുമ്പോ ഇങ്ങനെ അത് കുറച്ച് സ്ട്രെയിൻ എടുത്താൽ മതി, ആണല്ലേ? സിമ്പിൾ ആയിട്ട് കിട്ടും. ഇപ്പം ഈ സാധനം വെച്ചിട്ട് ഇപ്പൊ പാസാക്കാസാണ് അതിന്റെ ബേസിക്. ഇപ്പം ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൻപികളെ ഒരു പദ പറയാം, പീപ്പിൾ എന്താ ഈ ഒരു ഇതിലൂടെ രണ്ടുകൂടെ മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കരോക്കെ ട്രാക്ക് ബാക്കിംഗ് ട്രാക്ക് ഒക്കെ എന്തിനാണ്? വേണ്ട, ഞാൻ തന്നെ ആയിക്കോട്ടെ. ചക്രവർത്തിനി നിനക്കു കുനാനന്റെ ഞങ്ങൾക്ക് മറ്റേ സൗണ്ട് എഫക്ട്സ് പോലും വേണ്ട. ഇതൊരു അനുഭവം പറയാം. ഒരു കോളേജില് ഡെക്ക് ഓഫ് ആയി പോയി, സൗണ്ട് കട്ടായി പോയി, 2 മൈക്ക് മാത്രം വർക്ക് ചെയ്യും. അപ്പൊ നമ്മളാകെ ടെൻഷൻ ആയി പോയി, പിള്ളേര് എന്തിട്ട് പരിപാടി എഡിച്ച് ബീറ്റ് ബോക്സ് ചെയ്യില്ലേ. അത് ഞങ്ങളൊരു 3 പാട്ട് ബീറ്റ് ബോക്സും ഞാൻ റാപ്പും ചെയ്തു. ആണല്ലേ? മീൻസ് ട്രാക്ക് പോലും വേണ്ട ഞങ്ങൾക്ക്. പവർ കട്ടാക്കിയതാണ്. ഞാൻ സത്യം പറഞ്ഞ ആദർശ, ഞാൻ ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഫെജോബ്രോയുടെ ഒരു കോൺസെർട്ട് നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇടയ്ക്ക് ഒരു ടൈമിൽ. അപ്പം ഞങ്ങളിങ്ങനെ കുറേ അടുത്ത് കാണാൻ പോകണം എന്നുള്ളൊരു ഇതിൽ നിന്ന് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെ ഈ കോമഡി ഉത്സവത്തിലും പിന്നെ ഈ റീൽസിലും ഒക്കെ കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളെ പിന്നെ കാണുന്നത് ഫെജോബ്രോയുടെ കൂടെ. ഞാൻ ശരിക്കും ഫെജോബ്രോയുടെ കോൺസെർട്ട് എന്നുള്ള രീതിയിൽ പോയപ്പോഴാണ് ഞങ്ങൾക്കൊരു മനസ്സിലായൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുള്ളത് ഫെജോബ്രോയ്ക്കും ഫെജോബ്രോ ഉള്ളത് നിങ്ങൾക്കും രണ്ടുപേരും നിങ്ങൾ ഭയങ്കര ഈക്വലി ബാലൻസ്ഡ് ആയി പൊക്കോണ്ടിരിക്കണ ഒരു കൺസെർട്ട് ചെയ്യുന്നതിൽ ഞങ്ങൾ കണ്ടിട്ട് പറയാം. കാരണം ഫെജോബ്രോ ടയർഡാകുമ്പോൾ ബ്രോ സ്റ്റേജ് മാനേജ് ചെയ്യണതും എല്ലാം നമ്മൾ, ഞാനിത് പറഞ്ഞതിൻ്റെ ഇത് എടുത്ത് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ സ്റ്റേജ് പരിപാടി കണ്ടപ്പം എനിക്ക് നിങ്ങൾ ചെയ്യണതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ ബസ്സിനകത്ത് നിന്നുള്ള സൗണ്ട് ആ സാധനം ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ വേണമെങ്കിൽ, അതായത് ക്യാമറ സൂം ഔട്ട് ചെയ്തു. കാരണം എന്താ പറയുക, ഇതിനകത്തൊരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി നമ്മളിപ്പം ബസ്സിനകത്ത് പാട്ട് കേൾക്കുന്നു, അകത്തുനിന്ന് കേൾക്കുന്നു, ഈ സൗണ്ട് ആയിരിക്കും. പക്ഷെ ആക്ച്വലി ഇത് തൊണ്ടയിൽ വെക്കുമ്പോഴേ ഈ സൗണ്ട് കിട്ടത്തുള്ളൂ. അത് ഇത് ഔട്ട്പുട്ട് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മൈക്ക് വെക്കുമ്പോഴേ മനസ്സിലാവും. മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമല്ല, ബസ്സിനകത്തെ സൗണ്ടും ബസ്സിന് പുറത്തുനിന്നിറങ്ങിയ ഇത് കട്ട് ചെയ്തിട്ട് വേണം നോക്കി കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും ഇപ്പൊ എങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയത്. അവ കട്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത കുറേ സാധനങ്ങളുണ്ട്, ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അതായത് ആദർശിന് ഇവിടെ ബേസ് കേൾക്കും, സ്പീക്കറിൽ തൊടൂല, അത് വേണിച്ച് ഇതിപ്പം ആ സാധനല്ലേ വേണ്ട. ഇങ്ങോട്ട് കൈ തൊട്ടോ, ഞാൻ മടിയിരിക്കാം. നിങ്ങൾ എന്റെ മുതുകത്ത് ജസ്റ്റ് ഒന്ന് ചെവി വെച്ചാണ്, ചെവി വെച്ചോ. ഒരാളുണ്ട് റിയാക്ഷൻ. അത് കൊള്ളാം. മുതുകിൽ വെച്ചാൽ മുതുകത്തെ സ്പീക്കറാ. അതെന്തത്? ഇതൊക്കെ റിയൽ ആയിട്ട് അനുഭവിക്കണമെങ്കിൽ ഓരോരുത്തരും ടിക്കറ്റ് അടിച്ചു കാണാൻ വരും, ഞങ്ങളവിടെ ഉണ്ടാവും സാറേ. ഫെജോബ്രോ നമ്മളിപ്പം മെയിൻലി ഇപ്പൊ പറഞ്ഞില്ലേ, ഫെജോബ്രോ ഇപ്പം ഇതിന് പോയപ്പം ഇതുപോലെ സിസ്റ്റം ഇതായി നിങ്ങൾ രണ്ടുപേരും കൂടി നിന്നാ ചെയ്തത്. ഇപ്പൊ നമ്മള് റാപ്പേഴ്സിൽ അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാവർക്കും കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു നിങ്ങൾക്കുള്ള ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് മറ്റേ
ബാക്കിംഗ് ട്രാക്ക് ഇട്ട് പാടുക, അല്ലെങ്കിൽ pendrive എന്ന് പെൻഡ്രൈവ് കുത്തി പാടുക, അങ്ങനെ ഒരു അതാണ് അവർ ഉപയോഗിക്കുന്ന ടൈം, അതാണ് പെൻഡ്രൈവ് കുത്തി പാടുക എന്നുള്ളത്. അതിനെന്താ പറയാനുള്ളത്? അത് ആക്ച്വലി ഈ പുറത്തൊക്കെ നമ്മൾ കൺസേർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ബാക്കിംഗ് ട്രാക്ക് ഉണ്ടാവും. അതെന്താ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ റാപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഹൈപ്പ് കയറി ട്രാക്ക് പ്രോ കേട്ടതില്ല, അതില് സ്റ്റാർട്ടിങ് എന്റെ വോക്കൽ തുടങ്ങിയ 2 മിനിറ്റ് 40 സെക്കൻഡിലാണ് വോക്കൽ തീരും. അതായത് ഇപ്പൊ ആ റാപ്പ് തുടങ്ങി ഹുക്കും പാടി ഈ ഇത്രയും സാധനം എടുക്കാം. അപ്പൊ ഈ ഒരു പാട്ട് മാത്രം പാടിയാൽ പോരാ, കുറേ ട്രാക്സ് നമുക്ക് നിരന്തരം പാടിക്കൊണ്ടിരിക്കണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിന്റെ ഒരു ഹുക്ക് സെക്ഷനിലൊക്കെ ചിലപ്പോൾ നമ്മൾ ബാക്കിംഗ് ട്രാക്ക് ഇടും. അപ്പൊ എന്താ വെച്ചാൽ അവിടെ നമുക്ക് ബ്രീത്തിങ് സ്പേസ്. ബ്രോ ആക്ച്വലി മറ്റേ റാപ്പിൽ DT കൂടുതലാണ്, DT ട്രാക്ക് ഭയങ്കരമായിട്ട് കൂടുതലാണ്. സോ ആക്ച്വലി അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനത്തെ കുറെ സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ബാക്കിംഗ് ഇടും. പക്ഷേ ഞാൻ അങ്ങനെ ബാക്കിംഗ് യൂസ് ചെയ്യാത്തതിന്റെ കാരണം ADJ ആണ്. കാരണം മറ്റ് റാപ്പേഴ്സിന് ഈ ആദർശ് ചെയ്യുന്ന ബീറ്റ് ബോക്സിംഗ് അല്ലാതെ ഹൈപ്പ് മാൻ എന്ന് പറയും. പുറത്തെ കൺസേർട്സ് കാണുന്ന ആൾക്കാർക്ക് മെയിൻ റാപ്പർ അല്ലാതെ ഒരു ഹൈപ്പ് മാനും ഉണ്ടാവും. അതായത് ഇപ്പൊ ഏത് സോങ് പാടണം, കറിവേപ്പില, നിങ്ങൾ ഏതെങ്കിലും പാട്ട് ഇപ്പൊ ഏകദേശം ഡബിൾ വോയിസ് പിടിക്കുകയാണെങ്കിൽ ഏകദേശം കാര്യം മനസ്സിലാവും. ഞാനിപ്പോ കുറെ പാട്ട് പാടി ഞാൻ കിതച്ച് നിൽക്കണം, പക്ഷെ എനിക്ക് അടുത്ത പാട്ട് പാടണം, കറിവേപ്പിലാക്കിയോ. പക്ഷെ എനിക്ക് അതിന്റെ ഇടയിൽ ബ്രത്ത് എടുക്കണം. അപ്പൊ ഞാൻ എവിടെ നല്ല കാലത്തിന്റെ കൂടെ നിന്ന പെണ്ണ് നീ പറഞ്ഞില്ല ഒരിക്കലും പിരിയില്ലെന്ന്. അപ്പൊ ഈ ഗ്യാപ്പിൽ ഞാൻ എന്റെ ബ്രത്ത് എടുക്കും. പിരികില്ല, അണിയിക്കാനില്ല വജ്രം പ്ലാറ്റിനം പൊന്ന്, കല്ലട്ടിക്കലുണ്ട് ചോർന്ന് പോകാ തുറച്ച മണ്ണ്. അപ്പൊ ഈ ബ്രത്ത് എനിക്ക് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് പിന്നെ ഷോ ോടുണ്ടാകും. പക്ഷെ ഇവിടെ നല്ല കൂടെ നിന്ന പെണ്ണ് നീ പറഞ്ഞില്ല ഒരിക്കലും പിരിക്കില്ലെന്ന്. അപ്പൊ നമുക്കൊരു 16 വരെ വരുമ്പോൾ നമുക്ക് എതക്കും. അപ്പൊ അത് ഷോ ആണ്, ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും. അപ്പൊ ADJ ഹൈപ്പ് മാൻ അവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് DT ട്രാക്ക് ലൈവിൽ വർക്ക്ഔട്ട് ആവും. ആദർശ് അത് പാടുകയും ചെയ്യും. പിന്നെ കട്ടി പഞ്ചസാര കഴിഞ്ഞ ഭാഗമുണ്ടായിരുന്ന ആദർശ് പാടിക്കോളും. അതാണ് ഹൈപ്പ് മാൻ എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ ഓഡിയൻസിന് കറക്റ്റ് അറിയില്ല. അപ്പൊ നമ്മൾ ഇവിടുത്തെ റാപ്പേഴ്സ് കൂടുതലും ഒറ്റക്ക പെർഫോം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യും, എനിക്ക് തോന്നുന്നു ബാക്കിംഗ് ട്രാക്ക് അങ്ങോട്ട് ഇട്ട് കളയും, ചുണ്ടനക്കാതെ വെറുതെ ഓടി. അപ്പൊ അപ്പോഴൊക്കെയാണ് നെഗറ്റീവ് വരുന്നത്. ഓഡിയൻസ് പറ്റിക്കണം പോലെ. ബാക്കിംഗ് ട്രാക്ക് ഇടുമ്പോൾ നമുക്ക് നല്ല ടൈമിംഗ് കൂടി വേണം അല്ലേ? നമ്മൾ ഈ മൈക്കൊക്കെ ഇങ്ങനെ മാറ്റി അല്ലല്ല, ബാക്കിംഗ് ട്രാക്ക് വെച്ചിട്ട് നമ്മൾ മൈക്ക് മാറ്റി കളയാനും പാടില്ല. അതിന്റെ മുകളിൽ കൂടി പാടേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ ഹൈപ്പ് മാൻ ഇറക്കണം. അപ്പൊ ആളത് ഹാൻഡിൽ ചെയ്തു. ഈ കോറസ് വരുന്ന സെക്ഷനിലാണ് കൂടുതലും ബാക്കിംഗ് ട്രാക്ക് ഓഡിയോയിൽ വരുന്നത്. അല്ലാതെ സിംഗിൾ ആയിട്ട് പോകുന്ന ലിറിക്കില് സോളോ ട്രാക്ക് തന്നെ, അല്ലെങ്കിൽ സോളോ വോക്കലായിട്ട് തന്നെ നമ്മള് ചില ഷോയിലൊക്കെ ലിറിക്ക് മാറ്റിപ്പോടും. അതായത് ആദ്യമേ ഇപ്പൊ ആദ്യമേ എനിക്ക് ഇങ്ങനത്തെ നല്ല ഒരു അവസരം തന്ന CE കോളേജിന്റെ നല്ല നമസ്കാരം എന്നൊക്കെ പറഞ്ഞ കോളേജിന്റെ പേരൊക്കെ ലിറിക്സ് ഒക്കെ ഫ്ലെക്സിബിൾ ആയിരിക്കണമെങ്കിൽ നമ്മൾ ഇൻസ്ട്രുമെന്റൽ തന്നെ പാടണം. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ് ബ്രോ. ഇപ്പൊ ജസ്റ്റിൻ ബീബറൊക്കെ ഞാൻ ഇന്ത്യയിൽ വന്നപ്പോ പാടിയത് ഫുള്ള് ബാക്കിംഗ് ട്രാക്ക് മാത്രമാണെന്നൊക്കെ കംപ്ലൈന്റ് കേൾക്കുന്നുണ്ടായി. കറക്റ്റ് അറിയില്ല. ആക്ച്വലി ഹോളിവുഡിൽ ഫുള്ള് ബാക്കിംഗ് ട്രാക്ക് ആണ് പ്ലേ ചെയ്യുന്നത്. ബാക്കിംഗ് ട്രാക്ക് ആയിട്ട് പ്ലേ ചെയ്യുന്നത്. ഇവിടെ നമ്മള് നിങ്ങൾ കണ്ടിട്ടില്ല? ഞങ്ങള് പരിപാടി കഴിഞ്ഞിട്ട് കിതക്കുന്ന കണ്ടിട്ടില്ല? ഞാനൊരു ഷോ കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഡെക്കിന്റെ ബാക്കിലോട്ട് വെള്ളം കുടിക്കുന്നില്ല. എനിക്കിത് മനസ്സിലല്ല. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാര് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം അവർക്ക് ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡൂടെ അറിയത്തില്ല. എല്ലാവരും ഈ ഗാനമേള ആ ഒരു സാധനം വെച്ച് കോൺസേർട്സിനെ കമ്പയർ ചെയ്യണം. ലൈക്ക് അവര് ഗാനമേളയിൽ ഇപ്പൊ ലൈവായിട്ട് പാടുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു. നമ്മള് അല്ലാതെ കോൺസേർട്സിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവര് ടെക്നിക്കലി ഇതെന്താ സംഭവം എന്ന് ആരും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ഫെജോബോട് ചോദിച്ചത്. ഒരു കോൺട്രവേഴ്സി ചോദ്യമായിട്ട് ചോദിച്ചല്ലേ. കാരണം ആൾക്കാർക്ക് കാണുന്നവർക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് ഇപ്പൊ ഫെജോബ്രോ പറഞ്ഞു ഈ ബ്രീത്തിന്റെ ഇഷ്യൂ കൊണ്ടാണ് എന്നുള്ളൊരു കാര്യം അവര് നമ്മുടെ കാര്യം പറഞ്ഞ ആക്ച്വലി. ബട്ട് ആക്ച്വലി ബാക്കിംഗ് ട്രാക്ക് ചെയ്തു പോകുന്നതും പുറത്തെ ഒരു സാധനം ഇവിടെ കൊണ്ടുവരുന്ന ഒരു സാധനം ഉണ്ട്. ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നത് തന്നെ അവിടെ നിന്ന് വന്ന കൾച്ചറാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഗാനമേളയാണെങ്കിൽ വളരെ അടിച്ചുപൊളി സ്റ്റെപ്പ് സമയത്ത് മാത്രമല്ല ഗായക സ്റ്റെപ്പ് ഇടും. നമ്മള് റാപ്പ് ഷോയില് ത്രൂ ഔട്ട് മുതൽ എന്റെ മാനേജർ അഖില് പറയും തുടക്കം മുതൽ ഇയാൾ ചാടിക്കൊണ്ടിരിക്കുന്ന പറയാറുണ്ട്. അത് നമ്മളാ ആവേശം കയറി ചാടിപ്പോവും. അതെല്ലാ റാപ്പേഴ്സിനും അങ്ങനെ തന്നെ. അപ്പൊ ആ ഒരു ചാട്ടവും നമ്മുടെ പ്രത്തും എല്ലാം കൂടെ അതൊക്കെ ആയിരിക്കും. മെലഡി ആക്ച്വലി സോളോ വോക്കലാണല്ലോ. ഇപ്പൊ ഹെയിനി മോഡുമ്പോൾ നമുക്ക് ചാടേണ്ട ആവശ്യമില്ല. പ്രത്യേക ഇപ്പൊ ഓരോ ലിറിക്ക് പാടുമ്പോ ഒരു വ്യക്തമായ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ ബ്രോ ഒക്കെ ഷോ ചെയ്യുമ്പോഴും ഞങ്ങളും പിന്നെ രണ്ടുപേരുള്ളതുകൊണ്ട് മാറി മാറിയൊക്കെ
മെയിനായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഫെജോ ബ്രോ, ഞങ്ങളുണ്ടല്ലോ മെയിൻലി ഈ റാപ്പേഴ്സ് ഇപ്പം ലൈക്ക് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് കുറെ പേരുണ്ട്. അപ്പൊ ഞാൻ വൈ ഫെജോ എന്ന് ഞാനിപ്പോ ഇത് ഇട്ടപ്പോ തന്നെ കുറെ പേരുടെ പേര് സജഷൻസ് ഒക്കെ ഇങ്ങനെ വന്നായിരുന്നു. അപ്പൊ വൈ ഫെജോ എന്ന് പറയുമ്പോൾ എന്റെ അടുത്ത് ചോദിക്കും, കുറെ പേര് ഇതിനകത്ത് ചോദിച്ച്, അല്ലെങ്കിൽ ഞാൻ ആസ്മി ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ കുറെ പേര് എന്റെ അടുത്ത് ക്വസ്റ്റ്യൻ പോലെ വൈ ഫെജോ എന്നുള്ള രീതിയിൽ ഫെജോ ബ്രോയുടെ കുറച്ച് ചോദിക്കാനുള്ള കുറെ ചോദ്യങ്ങൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതുപോലെ കുറെ ആൾക്കാർ ഈ വൈ ഫെജോ എന്ന് പറയുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം എനിക്ക് പറയാനുണ്ടെങ്കിലോ, എനിക്ക് നിങ്ങളുടെ കാര്യത്തില് ഞാൻ നിങ്ങളെ സത്യം പറഞ്ഞ ഭയങ്കര സ്റ്റാർട്ടില് ഷോസ് ഫെജോ ബ്രോ ചെയ്തു തുടങ്ങിയ ടൈം തൊട്ടേ കണ്ട. ഞങ്ങൾക്ക് മറ്റേ AKF പരിപാടി ഓർമ്മയുണ്ടോ ഫെജോ ബ്രോ? ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് AKF പരിപാടിയുടെ ഓണപ്പരിപാടിയുടെ അന്ന് ഫെജോ ബ്രോയും ഒക്കെ വരുന്ന സമയത്ത്, നിങ്ങൾ വരുന്ന സമയത്ത് അന്ന് ബ്രോയുടെ ഷോ ഞാൻ കാണുന്ന സമയത്ത് ഫെജോ ബ്രോയ്ക്ക് പാടാൻ വളരെ ചുരുക്കം ട്രാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ കൂടെ സിനിമ പാട്ട് ഇതൊക്കെ മിക്സ് ചെയ്താണ് പാടിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഫെജോ ബ്രോയുടെ ഒരു ഷോ കാണുമ്പോൾ ഇപ്പൊ ഫെജോ ബ്രോയ്ക്ക് പാടി തീർക്കാൻ, അതായത് 90 മിനിറ്റില് വേണമെങ്കിൽ 2 ഷോ ചെയ്യാം. അതിപ്പോ എത്ര വർഷമായി? 3 വർഷം, 4 വർഷമായിട്ടുണ്ടാവും. അപ്പൊ ആ ടൈമിൽ ഞാൻ കാണുമ്പോ സിനിമ പാട്ടൊക്കെ മിക്സ് ചെയ്ത്, സിനിമ പാട്ട് പാടുന്നത് തെറ്റാണല്ലോ ഞാൻ പറയണേ. ആസ് എ ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റ് ഫെജോ ബ്രോയ്ക്ക് അന്ന് ഓൺ സ്റ്റേജിൽ ചെയ്യുന്ന ട്രാക്കുകൾ വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പം ഞാൻ കുറെ നാൾക്ക് ഇടയ്ക്ക് ഒരു ഇന്റർവെല്ലിൽ ഞാൻ ഫെജോ ബ്രോയുടെ ഷോസ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ ഗെയിം പരിപാടിയും ദുബായ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ ഫെജോ ബ്രോയുടെ ഒരു പരിപാടി കാണുന്നപ്പോ ഞാൻ ആ ഓൺ സ്റ്റേജ് വെച്ചാൽ ഇങ്ങനെ എല്ലാവരോടും പറയുമായിരുന്നു, അന്ന് പുള്ളിക്ക് ആകെ 3-4 പാട്ട് പാടിയിട്ട് പോയ ആളാണ്. ഇന്നിപ്പം 90 മിനിറ്റിൽ അവര്, കാരണം ഫെജോ ബ്രോയുടെ പരിപാടിക്ക് നമ്മുടെ സമയം ഏകദേശം അതിക്രമിച്ച് കഴിഞ്ഞു എന്ന് ഫെജോ ബ്രോ മൈക്കിൽ പറയുമ്പോഴാണ് ഞാൻ പറയണത്, ഇങ്ങർക്ക് ഇപ്പൊ പാടാൻ പാട്ട് ഇനി അധികമാ. ഈ ഒരു ജേണി ഭയങ്കര, ഫെജോ ബ്രോ സത്യം പറയാം ഭയങ്കര, അതായത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, എനിക്ക് അന്ന് ഈ റാപ്പ് ഇതൊന്നും വലുതായിട്ട് ഇവിടെ ഏക്കൂല്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ഞാനും. അപ്പോൾ ഈ ഒരു ജേണി ശരിക്കും ഫെജോ ബ്രോയുടെ ജേണി എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനിലാണ്. അപ്പൊ വൈ ഫെജോ എന്ന് പറയുന്നതിനുള്ള എന്റെ മെയിൻ ഉത്തരം അത് തന്നെയാണ്. അപ്പൊ ഈ ഒരു ജേണി ഫെജോ ബ്രോയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ? എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മള് പാഷൻ നേരത്തെ പറഞ്ഞ പോലെ അത് ജോലിയാക്കുമ്പോ അത് ജോലിയാണെന്ന് തോന്നാറില്ലല്ലോ. ഇപ്പൊ നമ്മളിവിടെ എന്തെങ്കിലും ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ടാണ് വന്നിരിക്കണെങ്കിൽ നമുക്ക് ചിലപ്പോ ഈ ഒരു സന്തോഷോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് സമയം പോണ അറിയണില്ല. നമ്മളിപ്പോ ഇത്ര നേരമായി നമ്മ വന്നിട്ട് ഞങ്ങളിപ്പോ ഒരു ചെറിയ കട്ട് പോയായിരുന്നു മൂത്രമൊഴിക്കാനൊക്കെ കട്ട് ചെയ്തപ്പോ പെട്ടെന്ന് വെളിയിൽ ഇറങ്ങിയപ്പോ ഞങ്ങള് വൈകുന്നേരം ഷൂട്ട് ചെയ്ത് തുടങ്ങി. ഇപ്പൊ രാത്രിയല്ലേ ഷൂട്ടിംഗ് തുടങ്ങിയാണ്. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു ഗുണം. നമുക്ക് ദിവസം സമയം പോണതൊന്നും അറിയില്ല. മാത്രമല്ല നമ്മള് ഹാപ്പിയാണ് ഫുൾ ടൈം സംസാരിക്കുന്നത്. പിന്നെ അതിന് നമ്മളെ കാണാൻ ആൾക്കാർ പേയ്മെന്റ് എന്ന് വരുമ്പോ നമ്മുടെ പോക്കറ്റും ഫില്ല് ആവുന്നു. അപ്പൊ ഇതിൽ പരം സന്തോഷമുള്ള അവരുടെ മനസ്സും ഫില്ലാവുന്ന പരിപാടിയാണ്. ഫില്ലാക്കുന്നു. അല്ല, ഈ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഷോസ് ഒക്കെ വരുമ്പോ ഫെജോ ബ്രോ എങ്ങനെയാ ലൈക്ക് ഇത് മാനേജ് ചെയ്യണം? അതായത് ഞാൻ ചോദിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഫെജോ ബ്രോയ്ക്ക് ഇപ്പൊ പറയാം, ഇപ്പം അടുത്ത ദിവസം ഒരു ദിവസം കഴിഞ്ഞു ഇപ്പൊ കേരളത്തിൽ ഒരു സ്ഥലത്താണെങ്കിൽ അടുത്ത പരിപാടി വേറെ ഓപ്പോസിറ്റ് ദിശയിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ ഇതെങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണേ? ഓടിയെത്തുന്നു അല്ലേ? ഞങ്ങള് ഒരു ദിവസം 2 ഷോ 3 ഷോ ഇല്ല 2 ഷോ ചെയ്തിട്ടുണ്ട്. 3 ഷോ ചെയ്തിട്ടുണ്ട് ഒരു ദിവസമോ? അല്ല ഒരു ദിവസം ഞങ്ങൾ 2 ഷോ ചെയ്തിട്ടുണ്ട്. അത് കാലിക്കട്ട് വയനാട് അല്ലെ, വയനാടിൽ നിന്ന് ഒരു ഷോ ചെയ്തിട്ട് നമ്മള് കത്തി. ഇല്ല 3 ഷോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ദിവസം അടുപ്പിച്ച് 3 ഷോ ചെയ്തിട്ടുണ്ട്. രാവിലെ വൈകിട്ടും അത് തന്നെ. അതായത് നമ്മള് ഇത് കുറച്ച് തുടക്ക കാലഘട്ടത്തിലാണ്. അപ്പൊ നമുക്ക് ഇത് ലഹരിയാണല്ലോ. ഇതാണ് നമ്മുടെ ലഹരി. മീൻസ് ഷോ ചെയ്യുക, സന്തോഷിക്കുക. ഇത് ഈ 3 ഷോ കഴിഞ്ഞാൽ തൊണ്ട പൊട്ടി അവിടെ കിടക്കണ വീട്ടിൽ അത് നമ്മൾ ചിന്തിക്കണില്ല. നമ്മള് ഹരം പിടിച്ച് ഓടിയൊക്കെ എത്തി നമ്മൾ ചെയ്യാറുണ്ടല്ലേ. എനിക്ക് അങ്ങനെ ഓർമ്മയുള്ളത് വയനാട്ടിൽ നിന്ന് കത്തിച്ച് കോഴിക്കോട് ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. അതുപോലെ കൊല്ലത്ത് തന്നെ ഒരു പരിപാടി ചെയ്തിട്ട് അന്ന് തന്നെ അമ്പലത്തിലൊരു പരിപാടി അത് ഞങ്ങൾ ഓടിയെത്തി ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങള് വയ്യാതെ കിടക്കുന്ന സമയത്ത് ഷോ ചെയ്തിട്ടുണ്ട് ബ്രോ. ഞാൻ ഒരു ദിവസം കട്ട പനി പിടിച്ച് കിടക്കണ ഒരു ദിവസം ഷോ എടുത്ത ഷോ ഞങ്ങൾ ഒരിക്കലും ഒരു ഷോ പോലും ഞങ്ങള് ക്യാൻസൽ ചെയ്തിട്ടില്ല. അപ്പൊ അന്ന് കട്ട പനിയായിട്ട് ഞാൻ സ്റ്റേജിൽ കയറി ഷോ ചെയ്ത്. ഇതേപോലെ തന്നെ കണ്ണൂരിൽ ഈ ഫുഡ് പോയിസൺ അടിച്ച് വയ്യ അന്ന് അടുപ്പിച്ച് 3 പരിപാടി ആയിരുന്നു. അത് 3 ദിവസം തൊണ്ട പൊട്ടിട്ട് ചോര ഇങ്ങനെ ഛർദ്ദിച്ചോണ്ടിരിക്കുക. അത്രയും സ്ട്രെയിൻ എടുത്ത് എന്നിട്ട് പറഞ്ഞ നേരത്തെ ഈഗിൾ പറഞ്ഞില്ലേ ഷോ ചെയ്യുന്നു, പുള്ളിയുടെ ഗ്യാപ്പ് ഞാൻ ഫില്ല് ചെയ്യുന്നു എന്നുള്ള സാധനം. ഇത് ആക്ച്വലി ഫില്ല് ചെയ്യേണ്ട ശരിക്കുള്ള സാഹചര്യം കോഴിക്കോട് മറ്റേ പയ്യന്നൂർ
കണ്ണൂര് അതെ ഓക്കെ. അവിടെ വെച്ചിട്ടാണ് പുള്ളി ആക്ച്വലി വൊമിറ്റ് ചെയ്യുന്ന ഒരു മൂന്നാമത്തെ അതായത് അടുപ്പിച്ചുള്ള മൂന്നാമത്തെ പരിപാടി. ഒരെണ്ണം കാസർഗോഡ്, ഒരെണ്ണം കോഴിക്കോട്, മൂന്നാം ദിവസം കണ്ണൂരായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കേരളത്തിന്റെ മുകളിൽ കിടന്നിട്ട് വരച്ചോണ്ടിരിക്കുന്ന സമയം എനിക്ക് ഒട്ടും വയ്യ ബ്രോ. അതായത് ഞാൻ ലിറ്ററലി ഡെഡാണ്, മനസ്സിലായി, വയ്യ എനിക്ക്. അപ്പൊ അഖിലും ആദർശം കൂടെ എങ്ങനെയോ എന്നെ സ്റ്റേജിൽ കയറ്റി, അതായത് ഞാൻ വൊമിറ്റിങ്, ഈ ഫുഡ് പോയിസൺ അടിച്ചിട്ട് വയ്യ, എന്നെ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന് സ്റ്റേജിൽ കയറിയപ്പോ ഒരു ആവേശം കിട്ടി. ഞാൻ ഒരു പാട്ട് പാടും, എന്റെ ഗ്യാപ്പിൽ പുള്ളി പോയി വൊമിറ്റ് ചെയ്തിട്ടാണ് സ്റ്റേജിൽ നിൽക്കുന്ന ടൈം. അത് പക്ഷെ എല്ലാം കണ്ട് ഞങ്ങൾ ഓഡിയൻസിനോട് പറഞ്ഞു എനിക്ക് ഒട്ടും വയ്യ, ഭയങ്കര കയ്യടി. പക്ഷെ വൊമിറ്റിംഗ് മാറിയില്ല. ആക്ച്വലി ഇത് കഴിഞ്ഞിട്ടാ പറയുന്നത്. ഈ പറഞ്ഞ പോലെ തൊണ്ട പൊട്ടുന്ന ഒരു പരിപാടി ഉണ്ടായി. അതായത് തിരുവനന്തപുരത്തൊരു പരിപാടി. എനിക്ക് ഈ മറ്റേ സൈനസിന്റെ ഇഷ്യൂ ഉണ്ട്, പിന്നെ വോക്കൽ കോഡ്സിന് പണി കിട്ടി, അടുപ്പിച്ച് സ്ട്രെയിൻ ചെയ്തിട്ട്. അപ്പൊ ലിറ്ററലി ഞാൻ പരിപാടി ഉണ്ട്, തുപ്പിപ്പോ ചോര വന്നു ബ്രോ. എന്നിട്ട് ഞാൻ എന്റെ സൗണ്ട് പോയി, അത് ഇങ്ങനെ വന്ന് അവസാനം ഡോക്ടർ പറഞ്ഞ പരിപാടി പറ്റൂല, 3 ആഴ്ചയെങ്കിലും റെസ്റ്റ് കൊടുക്കണം. എന്നിട്ട് ഞാൻ സൈൻ ലാംഗ്വേജ് പറഞ്ഞോണ്ടിരുന്ന വെച്ചത് ഇത് കഴിക്കണം, സൗണ്ട് പോയി ബ്രോ. പരിപാടി കഴിഞ്ഞിട്ട് ചോര വന്ന് പൊട്ടിയിട്ട്. പക്ഷെ അത്ര സ്ട്രെയിൻ ചെയ്തിട്ട് ആക്ച്വലി അവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം 3-4 ആഴ്ചത്തോളം പുള്ളിക്ക് സംസാരിക്കാൻ, ഒരു മാസം ഫോണിൽ കൂടെ സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഫുള്ള് മെസ്സേജ് വീട്ടുകാർക്ക് ദേഷ്യം, അതായത് ഇതെന്ത് ജോലിയാണ്. പിന്നെ ഡോക്ടർ സ്ട്രിക്റ്റ് ആയിട്ട് പറയാം. അതുപോലെ ആദർശിന് സംഭവം ഉണ്ട്, ഞങ്ങൾ കാനഡയിൽ പോയി. അപ്പൊ ഇത് ടെമ്പറേച്ചർ പുള്ളിക്ക് അവിടെ സെറ്റ് ആയില്ല അല്ലേ, അതായത് നമ്മൾ പെട്ടെന്നൊരു ടൈമിലോട്ട് എനിക്ക് ബ്ലഡ് ഇൻഫെക്ഷൻ പറ്റി. പിന്നെ ഫുഡ് പുള്ളിക്ക് സെറ്റ് ആവാനുള്ള, അവിടെ ചെന്ന് തന്നെ പുള്ളി നേരത്തെ പറഞ്ഞ ഡെഡ്, അതായത് കട്ടിലോട്ട് വീണു പുള്ളി. ഇവര് പുള്ളിനെ പൊക്കിയെടുത്ത് ഫ്ലൈറ്റ് കയറ്റി വാൻകൂർ പോകുന്നു. കാനഡ കഞ്ഞിയും ആരോഗ്യം കഞ്ഞിതാ. അവര് നല്ല ടീമായിരുന്നു, കഞ്ഞിയൊക്കെ അവർ റെഡി ആക്കി ബർഗർ പരിപാടിയൊക്കെ, ചൂടും ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ. അല്ല എന്നിട്ട് പുള്ളി ലിറ്ററലി ഡെഡ് ആണ് ബ്രോ. മീൻസ് പുള്ളിയുടെ നെഞ്ചും ഇവിടെയൊക്കെ അനങ്ങുമ്പോ നമുക്ക് മനസ്സിലാവും ജീവനുണ്ടെന്ന്. ആ അവസ്ഥയില് ഞാൻ കിടക്കിയ സോഫയിൽ കിടക്കുന്നു ബ്രോ, നമ്മളിപ്പോ വിളിക്കുന്നുണ്ട് ഷോ ചെയ്യാൻ. എന്നിട്ട് സ്റ്റേജിൽ കയറുമ്പോ പുള്ളി ആക്റ്റീവ് ആവും, പരിപാടി കഴിയുമ്പോ പുള്ളി വീണ്ടും. അത് എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് ആർക്കും മനസ്സിലായിട്ടില്ല, ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞങ്ങള് ലണ്ടൻ, ടൊറന്റോ, വാൻകൂർ, ഇതൊക്കെ ഈ ലണ്ടൻ ടൊറന്റോ സെയിം ആണ്. വാൻകൂർ വേറെ ടൈം സോണാണ്, 5.5 മണിക്കൂർ എന്തോ ഫ്ലൈറ്റിൽ പോകണം. അതെല്ലാം പോയി ഇതൊന്നും ഓഡിയൻസിനെ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അറിയിച്ചിട്ടില്ല. അപ്പൊ അത്ര സ്ട്രെയിൻ എടുക്കുന്നുണ്ട് ആർട്ടിസ്റ്റുകൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ. ഇങ്ങനെ ചെയ്തിട്ട് ചില സമയത്ത് ഓഡിയൻസ് കുറച്ചുപേരെങ്കിലും നമ്മളെ നെഗറ്റീവ് പറയുമ്പോ നമുക്ക് സത്യം പറഞ്ഞ ഉള്ളില് ഭയങ്കരമായിട്ട് പ്രോവും ബാൻഡിൽ പോകുമ്പോ നമുക്ക് ചില പ്രത്യേകിച്ച് ഈ ലൈവ് ചില സമയത്ത് ചെയ്തിട്ട് പോകുമ്പോഴേ അടുത്ത ദിവസങ്ങളിലൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ട്രാവൽ ചെയ്യണതൊക്കെ ഭയങ്കര, ഞാൻ വണ്ടിക്കകത്ത് കിടന്ന് നമുക്ക് എപ്പോഴും ഒത്തിരി കംഫർട്ടബിൾ ഉറങ്ങാനൊന്നും പറ്റത്തില്ല. അതൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഫെജോ ബ്രോ മെയിൻ ആയിട്ട് ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മളെ ഇപ്പം ഇതെടുത്ത് പറഞ്ഞു പാട്ടായിരുന്നു ലഹരി എന്നുള്ളൊരു രീതി പറഞ്ഞപ്പം ഇപ്പം മോഡേൺ ഇപ്പോഴത്തെ ഒരു മെയിൻ ഒരു അക്യൂസിഷൻ അല്ലെങ്കിൽ മെയിൻ എല്ലാവരും പറയാം ഇപ്പം മോഡേൺ റാപ്പ് ചെയ്യുന്ന സിംഗേഴ്സ് എല്ലാവരും മറ്റേ ലഹരിയാണ്, മറ്റേ അല്ലെങ്കിൽ ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നു എന്നുള്ളൊരു തോട്ട് മെയിൻലി ഇപ്പൊ ഒരു മെയിൻ ടോപ്പിക് ഡിസ്കഷൻ ആണ് എല്ലാവരുടെ അല്ലേ, നമ്മൾ എല്ലായിടത്തും കാണാറുണ്ട്. ഇപ്പൊ എല്ലായിടത്തും മറ്റേ ഈ റാപ്പേഴ്സ് ഒരാൾ ഇങ്ങനെ ആണെങ്കിൽ ഇവന്മാരെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ ഇവര് വഴി. ആ ഒരു സ്ഥാനത്തെ പറ്റി എന്താണ് ഫെജോ ബ്രോയ്ക്ക് പറയാനുള്ളത്? നമ്മളന്നും ഇന്നും മറ്റേ നാർക്കോട്ടിക്സ് ബിസിനസ് എന്ന് പറയുന്ന ആൾക്കാര്. മാത്രമല്ല ഞാൻ ഒരു ഡ്രഗ് ഉപയോഗിക്കാറില്ല. അത് ഞാൻ പറയാതെ ഞാൻ പറഞ്ഞാലേ ശരിയാത്തുള്ളൂ. ഫെജോ ആക്ച്വലി ഞാൻ ഫെജോ ആയിട്ട് കമ്പനി ആയിട്ട് ഏകദേശം 8 വർഷമായിട്ടുണ്ട് ബ്രോ. ഇന്നേ വരെ സിഗരറ്റ് വലിക്കുന്നതോ അല്ലെങ്കിൽ മദ്യം കുടിക്കുന്നതോ വേറെ എന്ത് ഡ്രഗ് ഉണ്ടെങ്കിലും പുള്ളി ഇതുവരെ യൂസ് ചെയ്യാൻ കണ്ടിട്ടില്ല. പോട്ട് ഞാൻ ആക്ച്വലി സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒക്കേഷൻ ടൈമിൽ സിഗരറ്റ് വലിക്കും, മദ്യം അടിക്കും, അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല. സിഗരറ്റും മദ്യം മാത്രമേ ഉള്ളൂ. ഞാൻ ആക്ച്വലി അത് ഒക്കേഷനിൽ മാത്രം. അപ്പൊ ഞാൻ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ എനിക്ക് പേടിയാ ഫെജോന്റെ മുന്നിൽ വെച്ച് വലിക്കുന്നതും. കാരണം എന്ന് പറഞ്ഞാല് പുള്ളി ഇത് യൂസ് ചെയ്യാറില്ല. പുള്ളി ആക്ച്വലി സഫോക്കേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ പുള്ളി ഇത് അറിയാതെ മാറിയെന്ന് ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും വലിച്ചിട്ട് വന്ന് നിൽക്കുന്നത്. കാരണം പുള്ളി ഡ്രഗ് തൊടാൻ അല്ലെങ്കിൽ ഞാൻ ഈ ഇത് വലിക്കുന്നതിന് പുള്ളിക്ക് ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നപ്പം ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫെജോ ബ്രോയോട് കുറെ പരിപാടിക്ക് പോയുണ്ട്, ഇതുകൊണ്ട് പറയാണ് തണുത്ത വെള്ളം പോലും കുടിക്കാത്ത. അല്ല ഞാൻ ഈയിടയ്ക്ക് റീല് കണ്ടായിരുന്നു ഫെജോ ബ്രോ മറ്റേ സ്റ്റേജിൽ നിന്ന് ദേഷ്യപ്പെടത്തില്ലേ, രണ്ടാമതൊരു വരവ് കൂടി ആ സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിന്റെ അടിയിലേ ഒരു ഞാൻ ആ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോ ഉണ്ട്
ഇവനൊക്കെ എന്ത് സാധനം അടിച്ചിട്ടിരിക്കുന്നത് അപ്പൊ ഈ കമന്റ് ഇടവ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് തൊണ്ട പോവെന്ന് പറഞ്ഞ തണുത്ത വെള്ളം പോലും കുടിക്കാത്ത മനുഷ്യനാ. നമ്മളിപ്പോ ഇവിടെ തൊട്ട് മറ്റേ വെള്ളം നമ്മള് ജഗ്ഗില് വെള്ളം എടുത്തോണ്ട് ഇങ്ങനെയൊക്കെ പറ്റി എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റണേ? അതാ ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് പൊതുവെ അങ്ങനെ ഒരു ജനറലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള അല്ല ഒരാൾ ഇങ്ങനെയാണെന്നല്ല ബ്രോ. ഇപ്പൊ വെസ്റ്റേൺ അവിടുത്തെ ഹിപ്പ് ഹോപ്പില് എനിക്ക് തോന്നുന്നു ഡ്രഗിനെ പറ്റി റാപ്പ് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഉണ്ട്. ഇപ്പൊ വിസ് ഖലീഫയിലൊക്കെ എല്ലാത്തിനും ഡ്രഗ് റെഫറൻസ് ഉണ്ടാവും. ബെർണർ എന്നൊക്കെ പറഞ്ഞ റാപ്പർ സ്നൂപ് ഡോഗ് അതിന്റെ ഭയങ്കര എക്സാമ്പിളാണ്. അപ്പൊ നമ്മള് ഇപ്പൊ കുറച്ച് പിള്ളേരെങ്കിലും വിചാരിക്കുന്നത് സിഗരറ്റ് ഒക്കെ വലിച്ചാൽ അല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത റാപ്പർമാരാകാം. ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ പാഷൻ ഫോളോ, നിങ്ങളുടെ കഴിവാണ് ഏറ്റവും വലിയ സാധനം. പണിയെടുത്തോണ്ടിരിക്കുക. അത് നമ്മുടെ മൈൻഡിൽ നിന്ന് വരണം. അപ്പറല്ലേ ഓർഗാനിക് ഉണ്ടാവുള്ളൂ. എവിടെന്നെങ്കിലും ഒക്കെ വലിച്ചു കയറ്റി എഴുതി വെക്കണത് നാളെ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ ആർക്കും. ഇവർക്കൊക്കെ ഒരു തോട്ടുണ്ട്. ഫെജോ ബ്രോയെ പോലത്തെ ആൾക്കാരൊക്കെ ഈ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ സ്റ്റേജില് ഇത്രയും ഹൈപ്പർ ആയിട്ട് നിൽക്കാൻ നോർമൽ ഒരു നാച്ചുറൽ എനർജി അല്ലാതെ വേറെ എന്തെങ്കിലും കൺസ്യൂം ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മുടെ സംഗീതം ലഹരി കൂടുതലുള്ള സംഗീതം ലഹരി തരുന്ന നേട്ട പട്ടിക്കപ്പെട്ട പണിജാലൊക്കെ മുതൽ കെട്ട് കട്ടികളാ. ഇപ്പൊ റാപ്പ് പാടിയപ്പോ എന്റെ ഒരു എനർജി കൂടിയതാണ്. അപ്പൊ അത് ലൈവ് പെർഫോം ചെയ്യുമ്പോ ലിറ്ററലി ആ എനർജി നമുക്ക് വെളിച്ചപ്പാടാവും. ഈ അഗ്രഷൻ ആക്ച്വലി പുള്ളിയുടെ ആർട്ടിനെ സ്നേഹിക്കുന്നുണ്ടാ. ഇതിപ്പോ സ്റ്റേജ് ഇപ്പൊ ഈ ഇരിക്കുന്ന ഫെജോ അല്ല ആക്ച്വലി സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ഉള്ള എപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കണം ഇത് എങ്ങനെയാ പറ്റുന്ന വണ്ടടങ്ങ ശക്തി തന്നെയാണ് ബ്രോ. അത് എനിക്കും കറക്റ്റ് അറിയില്ല. ഞാനാണെങ്കിലും പറയുന്ന ഒരു വിസ്മയമല്ലേ. അല്ല അത് നമ്മളിലേക്ക് വന്നാലുള്ള നമ്മളുടെ ഒരു ആനന്ദം അല്ലേ? സത്യം. അതെ, അപ്പൊ കേട്ടല്ലോ, ഇതാണ് ഫെജോ ബ്രോയുടെ ശരിക്കുള്ള. വേറെ ആരുണ്ട് ബ്രോ? ഞാൻ മദ്യപിക്കാത്ത ആളാ, പക്ഷെ ഞാൻ കേറാത്ത ബാറുകളില്ല. അത് നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ടച്ചിങ്സ് തിന്നാനും അതുപോലെ തന്നെ ഞാൻ ഭയങ്കര ആദർശം എന്നെ അടുപ്പിക്കുന്നതുകൊണ്ട് ബാറ് തിന്ന് ഞാൻ. അതൊരു വേറെ സംഭവം പറയാം. നമ്മളെവിടെ കൊല്ലത്ത് എവിടെ പരിപാടി പോയപ്പോ ബിവറേജില് അപ്പൊ എന്താണ് അവന്റെ ബർത്ത്ഡേ മറ്റേ നമ്മുടെ ഒരു പാർട്ടിയുടെ ബർത്ത്ഡേ. അപ്പൊ നിങ്ങൾ ചെറിയുടെ അഖിലിന്റെ എന്തോ ജെറിയുടെ അപ്പൊ ഇവര് ബിവറേജ് കയറിയിക്കണേ. അപ്പൊ കാറിൽ ഇരുന്നിട്ട് ഞാനും ബിവറേജിന്റെ പുറത്തേക്ക് നിൽക്കണേ. അപ്പൊ ഏതോ ഒരു പുള്ളി 2 കുപ്പിയൊക്കെ പിടിച്ച് പുറത്തോട്ട് ഇയാളെ തിരിച്ചറിഞ്ഞ്. അപ്പൊ വെജോ അപ്പൊ ഇങ്ങനെ തെറ്റിയിരിക്കണ ബിവറേജ് പാറ എന്നെ അല്ല, നമ്മളെ മുമ്പേ കുറച്ച് മുമ്പ് ആദർശ് ബ്രോ പറഞ്ഞില്ലേ വെള്ളം അടിക്കത്തില്ല. പുള്ളി ഈ പോർഷൻ വരുന്നതിന് മുമ്പേ കമന്റ് ഇടും, ഇങ്ങനെ ഞാൻ ബിവറേജ് കണ്ടിട്ടില്ല. റീസെന്റ് തന്നെ ഒരു കമന്റ് ഉണ്ടായിരുന്നല്ലോ, മറ്റേ നമ്മള് എന്തോ ഒരു ഷോയുടെ അടിയിൽ വന്നിട്ട് ഫെജോ ഡ്രഗ്സ് യൂസ് ചെയ്യാറില്ല. അതിന്റെ ഓപ്പോസിറ്റ് റിപ്ലൈ ആയിട്ട് വന്നത് ആര് പറഞ്ഞു, നമ്മുടെ കോളേജിൽ വിളിച്ചപ്പോ ഇവന്മാര് 1.5 ലക്ഷം രൂപയും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ദേഷ്യം വന്നു. ഒന്നാമത് നമ്മുടെ റേറ്റ് അതല്ല, അതിന്റെ എത്രയോ ഇരട്ടി റേറ്റ് നമ്മ അവന് നമ്മുടെ റേറ്റ് അറിയില്ല. പോട്ടെ, ക്ഷമിക്കാം. MDMA ആവശ്യപ്പെട്ടൊന്നും ഞാൻ MDMA എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞല്ലേ ബ്രോ, ഞാൻ മദ്യപിക്കും സിഗരറ്റ് വലിക്കും, പക്ഷെ MDMA കഞ്ചാവ് ഇന്ന് വരെ എന്റെ ലൈഫിൽ ഞാൻ യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യില്ല. നമുക്ക് ആവശ്യമില്ല. നമുക്ക് അതിന്റെ അവനെവിടെ തല്ലണം എനിക്ക് പോട്ടെ. ഞാൻ മദ്യപിക്കും സിഗരറ്റ് വലിക്കും, പുള്ളി ഒന്നും ചെയ്യാറില്ല. എന്തുകൊണ്ട് പുള്ളിനെ ഇത്ര പഴിയായിരുന്നു? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ജനറലൈസേഷൻ. പക്ഷെ നമ്മളിപ്പോഴും പറയുന്നു, ഇനിയിപ്പോ ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ല, മദ്യപിക്കുന്നില്ല, ഇതൊക്കെ നീതിമാന്റെ ലക്ഷണങ്ങളല്ല. ഇപ്പൊ ഒരാൾ മോശക്കാരാണെന്ന് പറയണല്ല. ഇത് ഇപ്പൊ സിഗരറ്റ് വലിക്കാത്തവനും മദ്യപിക്കാത്തവനും നല്ലവനാണ്, അങ്ങനെ ഒന്നും ഓരോരുത്തരുടെ ഇഷ്ടം. മറ്റേ എല്ലാരും കൊന്ന ഹിറ്റ്ലർ എന്താണ് വെജിറ്റേറിയൻ ആയിരുന്നു, മനസ്സിലായ? പക്ഷെ ഇപ്പം ഒരാൾ മദ്യപിച്ചോ സിഗരറ്റ് വലിച്ചെന്നോ കരുതുക അയാൾ മോശപ്പെട്ടവനാണോന്നില്ല. ഇതൊക്കെ പേഴ്സണൽ പ്രിഫറൻസാ. പക്ഷെ റാപ്പർ ആകണമെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ വേണ്ട. ആർട്ടിസ്റ്റിന് ആർട്ട് മതി അല്ലേ? എനിക്ക് പറയാനുള്ള കാര്യം അറിയാൻ കുടയ്ക്കുന്ന മൈരന്മാരെ എനിക്കത് ഭയങ്കര ദേഷ്യമുള്ള കാര്യം ബ്രോ. അതായത് വേദം ഒരു സൗണ്ടിലെ ഒരു പയ്യൻ ഒരു വയസ്സായ പുള്ളി, ഇയാള് ഫെജോ എന്നൊക്കെ പറഞ്ഞോണ്ട്, ഫെജോനൊക്കെ എനിക്കറിയാം,
ഞാനല്ല അടുത്തിരിക്കണം ബ്രോ. അപ്പൊ എന്നെ അറിയാൻ പാടില്ല, പേര് മാത്രം അറിയാമല്ലോ. ഫെജോന്റെ ഒക്കെ അപ്പൊ ഞാൻ കൊറേ അടിച്ചിട്ടേ കീറ. അപ്പൊ മറ്റേ തങ്ക പുള്ളി തന്നെ ചോദിച്ചില്ലേ ഞങ്ങളുടെ തങ്ക എന്ന് പറഞ്ഞ അടുത്തോട്ട് പോയി ചെറ്റ. അല്ലെന്നേ ചെയ്യാത്ത കാര്യം എന്തിനാ പറയണം? ചില ആൾക്കാർക്ക് അത് ഉള്ളതാണ്. ചിലങ്ങനെയാണ് കള്ളമൊക്കെ കോൺഫിഡൻസ് ആയിട്ടൊക്കെ സത്യം. അവനെ കണ്ട ഫെജോബ്രോ, ഇവനെ ഫെജോബ്രോ മുമ്പേ ഓരോരുത്തരുടെ പേരുകളൊക്കെ പറയില്ലേ, അതൊക്കെ അറിയാവുന്ന രീതിയിൽ ഇങ്ങനെ ബിഹേവ്. ആ കമന്റ് എങ്ങനെ ബ്രോ കണ്ടു? അത് കറക്റ്റ് അതല്ല ഫെജോബ്രോ. ഇപ്പൊ ഞാനിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ ലൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 പേര് നല്ല കമന്റ് ഇട്ടാലും ഒരു നെഗറ്റീവ് ഇടുന്നവനെ മാത്രം നോക്കിയിട്ട് ഞാനിങ്ങനെ അവനെ തള്ളക്കി വിളിച്ചോണ്ടിരിക്കുകയായിരിക്കും. എന്റെ ഒരു സ്വഭാവം ബേസിക്കലി അങ്ങനെയാണ്. അപ്പൊ ഞാനിത് ഒരു സമയത്ത് എനിക്കിത് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വന്നപ്പോ എനിക്ക് തന്നെ മനസ്സിലായി അറ്റൻഷന് വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. പോയില്ലേ? നമ്മള് ഇപ്പൊ ഫെജോബ്രോ ഇതിന് റിയാക്ട് ചെയ്യാൻ വേണ്ടി അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്മാരപ്പോഴേ ചിലപ്പോ പറയും, ചിലപ്പോ അവന് കയ്യിൽ നിന്ന് പോവാന്ന് പറഞ്ഞാൽ അവന് ഉടനെ അടുത്ത് പറയും അയ്യേ ഞാൻ ചുമ്മാ പറഞ്ഞതാ. അതായിരിക്കും അവന്റെ തോട്ട്. മനസ്സിലായ? ലൈക്ക് അവർക്ക് ഇത് ട്രിഗർ ചെയ്യാ, ഇത് പറയാം. അത് ഈ കുരയ്ക്കുന്ന എല്ലാ പട്ടികളുടെയും വാടപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. ചിലതിനെ ഇഗ്നോർ ചെയ്ത് പോകല്ലേ പറ്റുള്ളൂ. ഞാൻ ഒരു ടൈമിൽ പ്രതികരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോഴും അങ്ങനെയാണ്. കാണാറുണ്ട്. ഞാൻ ഒരു ടൈമിൽ കാണുമ്പോ മൈരേ ബ്രോഡൊക്കെ ഇത്തിരി കൂടുതലാണ്. എനിക്ക് പാൻ ഇന്ത്യൻ ലെവലിലാണ് ചീത്തകളൊക്കെ വരുന്നത്. അത് പിന്നെ നമുക്ക് യൂസ് ടു ആയി. ഇത് ആദർശിന്റെ ഒരു സംഭവം ഉണ്ട് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലാന്ന് തോന്നുന്നത്. ആദർശിന്റെ എല്ലാ വീഡിയോയിലും തെറിവ് ഇയാള് ഇയാൾ ഉടായിപ്പ്, അതാ എന്താണ് നിന്റെ കുഴപ്പം എന്ന് പറഞ്ഞ പുള്ളി അങ്ങനെ മെസ്സേജ് അയച്ചു. അയ്യോ ബ്രോ എനിക്ക് റിപ്ലൈ ബ്രോ. അയ്യോ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ നമ്മളിപ്പോ ലൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ കണ്ണമൈരടാ അപ്പൊ നമ്മളതിന് റിപ്ലൈ നമ്മളതിന് റിപ്ലൈ എടുക്കുമ്പോഴത്തേക്ക് അവൻ പറയും ബ്രോ ഫാനാണ് ബ്രോ, ഞാനത് ബ്രോ മെസ്സേജ് കാണാൻ വേണ്ടി ഞാൻ ഇട്ടാണ്. ഇതെല്ലാരും ഫോളോ ചെയ്ത് തുടങ്ങിയാ നമുക്ക് ഫുള്ള് തെറിവിളിയായിരിക്കും അല്ലേ ഫെജോബ്രോ? അപ്പഴേ ഈ നമ്മുടെ ബോബിനെ പോലത്തെ ആൾക്കാരല്ലേ, ബോബ് ഇപ്പൊ ഫെജോബ്രോയ്ക്ക് അറിയാം. അവൻ ഞാനിപ്പോ ഈ പരിപാടികളൊക്കെ ചെയ്യാൻ വരുമ്പോഴാണേലും കുറെ പയ്യന്മാരെയൊക്കെ കാണാറുണ്ട്. ഇവരുടെയൊക്കെ കയ്യിലുണ്ടല്ലോ ഫെജോബ്രോ കുറെ ട്രാക്കുകളൊക്കെ എഴുതി വെച്ച് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന മെയിൻ എക്സാമ്പിൾ ബോബാണ്. അവന്റെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇറക്കാൻ പറ്റിയ ഒരു നല്ല ഒരു 3 ട്രാക്കോളം നല്ല രസമുള്ള, അതായത് ഇപ്പോഴത്തെ അപ് ടു സ്റ്റാൻഡേർഡിൽ ഇറക്കാൻ പറ്റിയ കുറെ സാധനങ്ങൾ അവന്റെ ഉണ്ട്. അപ്പൊ ഫെജോബ്രോ ആണെങ്കിലും കേട്ടിട്ടുണ്ട് കുറെ. അപ്പൊ ഇവരെ പോലത്തെ, ഇതിപ്പോ ഞാൻ ബോബിനെ മാത്രം പറയല്ല, ഇവരെ പോലത്തെ കുറെ പയ്യന്മാരുണ്ട് ഈ റാപ്പ് എന്ന് പറയുന്ന കൾച്ചർ ഇപ്പൊ ഒന്ന് വളർന്നു വന്നപ്പോഴത്തേക്കിനും. പിന്നെ ഈ വേടന്റെയും നിങ്ങളെ ഫെജോബ്രോയുടെ ഒക്കെ പോലത്തെ ഇൻഫ്ലുവൻസ് ആയിട്ട് ഈ ചുമ്മാ ഇൻസ്റ്റഗ്രാമിൽ പാട്ട് പാടി ഇടുന്നവരും എല്ലാം കുറെ പേരുണ്ട് ഇപ്പൊ. ഇവരെല്ലാരും ഉണ്ടല്ലോ, ഇവരാരും വെറുതെ ചെയ്തു വെക്കുന്നേ ഉള്ളൂ ഫെജോബ്രോ. ആരും ഇറക്കി വിടുന്നില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണില്ല. ഇപ്പൊ ചിലപ്പം അവനൊരു നല്ല പാട്ട് ഇറക്കിയിട്ട് ഇതിന് റീച്ച് കിട്ടിയില്ലെങ്കിൽ കംപ്ലീറ്റ്ലി നിർത്തുക. അവർക്ക് കൊടുക്കാൻ ഫെജോബ്രോയ്ക്കും ആസ്ട്രോയ്ക്കും കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഇതെന്താ സംഭവം എന്ന് അറിയട്ടോ. അങ്ങനെ ഒരാളായിരിക്കും പുള്ളി ഇതുപോലെ ഒരു പാട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഒന്നല്ല കുറെ ഉണ്ടാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളി ഒരു മ്യൂസിക് പ്രൊഡ്യൂസറും കൂടിയാണ്, എല്ലാവർക്കും ബീറ്റ് ബോക്സറാന്ന് അറിയാം, നല്ല സിംഗറാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ പുള്ളി അങ്ങനെ കമ്പോസ് ചെയ്ത് സ്വന്തമായിട്ട് ലിറിക്സ് എഴുതി ഒരു പാട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ സ്റ്റേജിൽ പ്രിവ്യൂ ചെയ്യും. അപ്പൊ എല്ലാവർക്കും നല്ല റെസ്പോൺസ് ആണ്. പിള്ളേർ ഇത് എന്തായാലും ഇറക്കണം, പുള്ളി ഇറക്കാന്ന് പറയും, ഇറക്കൂല. ഇത് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കണേണ്. അങ്ങനെയുള്ള കുറച്ച് നമ്മുടെ ടീംസിനോട് അല്ല ഫെജോബ്രോക്ക് ഇപ്പം ഇൻഡിവിജ്വലി ഇറക്കാത്ത സോങ്ങുകളുണ്ടോ? കുറെ വർക്ക് ചെയ്തോണ്ടിരിക്കണേ കൊറേ ഉണ്ട്. അത് എത്ര പാട്ടുണ്ടാവും? ഞാൻ നമ്പറുകൾ പറഞ്ഞ് ഞെട്ടിക്കുന്നില്ല. എന്തായാലും ഞാൻ ഇനി എഴുതാതിരുന്നാലും ഞാൻ മരിക്കണവരെ ഇറക്കാനുള്ള പാട്ട് എഴുതി വെച്ചു. അതാ ബ്രോ, ഞാൻ ഇത് ചെയ്യാൻ തൊട്ട് 14 കൊല്ലവും ഇല്ല ഇപ്പൊ. മീൻസ് ഇത് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ലിറിക്ക് വന്നോണ്ടിരിക്കണായിരിക്കും. അപ്പൊ അത് ഇത് കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ അത് എവിടെയെങ്കിലും എഴുതി വെക്കോ അല്ലെങ്കിൽ അത് മനസ്സിലിട്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. അപ്പൊ എല്ലാ ദിവസവും നമുക്ക് ഒരു പാട്ട് വേണമെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ ഇങ്ങനെ ഇറക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരോട് ഫെജോബ്രോയ്ക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ കുറെ പേർക്ക് റാപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ബീറ്റ് പ്രൊഡ്യൂസേഴ്സിനും കിട്ടൂല. പക്ഷെ കുറെ ബീറ്റ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഇവിടെ തന്നെ, അവർക്ക് റാപ്പേഴ്സിനും കിട്ടൂല. അപ്പൊ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഒരു പാട്ട് ഈസി ആയിട്ട് ഇറക്കാൻ പറ്റും ഇല്ലേ? അതായത് ഇപ്പൊ കോഴിക്കോട് ഒരു റാപ്പർ ഉണ്ട്, തിരുവനന്തപുരത്ത് ഒരു ബീറ്റ് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ
സോഷ്യൽ മീഡിയയിൽ വഴി അവർക്ക് ഈസി ആയിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അവർക്ക് സിങ്ക് വർക്ക് അല്ലെങ്കിൽ അവർക്കൊരു സിങ്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ച് നിന്നാൽ ഈസി ആയിട്ടൊരു പാട്ട് ഇറക്കാൻ പറ്റും. ഈ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ ബ്രോ. ഇപ്പൊ നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാം, നല്ല വൈറലാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സ് ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കും. ലേബൽസ് ഒക്കെ തന്നെ വന്നു തുടങ്ങി. ഇപ്പൊ ഞാൻ ചെയ്യുന്ന സമയത്ത് ലേബലും ഒന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ സ്ട്രീമിംഗ് സൈറ്റിൽ ഇടാം, സ്പോട്ടിഫൈ പോലത്തെ മതി. ഒരു 10 പേര് കേൾക്കാനുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യാൻ പറയുക. നമ്മൾക്ക് കാണിക്കാൻ ഒരു കണ്ടന്റ് പുറത്തിറക്കണം. നമുക്ക് കഴിവുണ്ട്, പക്ഷെ ഞാൻ വളരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതൊരു സ്റ്റേജിൽ കയറി പാടുമ്പോഴോ അതൊരു പാട്ടായിട്ട് പുറത്തിറക്കുമ്പോഴല്ലേ ഓഡിയൻസിന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ചിലപ്പോൾ ആദ്യം സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഒരു 10-100 കൂട്ടുകാർ വന്നിരിക്കും. രണ്ടാമത്തെ പാട്ടിറക്കണം, ചിലപ്പോൾ അതിൽ 100 പേരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മള് ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കുന്ന കൂട്ടുകാരല്ലാത്തൊരു ഓഡിയൻസിലേക്ക് അതെത്തണം. അങ്ങനെ എത്തണമെങ്കിൽ ചിലപ്പോൾ 1 പാട്ടാകാം, 10 പാട്ടാകാം, ചിലപ്പോൾ 100 പാട്ടാകാം. 100 പാട്ട് വരെ ചെയ്യാൻ തയ്യാറാകാനല്ലേ വിജയിക്കുള്ളൂ. അവസാനം കൺസിസ്റ്റൻസി. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോ കുറെ കൊല്ലമായെങ്കിൽ പോലും ഇത് ആ തുടക്കമുള്ള ഫയർ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ് ആർട്ടിസ്റ്റുകൾ മാറി മാറി വന്നിട്ടും എനിക്ക് അവരുടെയൊക്കെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇത് നമ്മുടെ ഒരു എന്താണ് പള്ളിയിലച്ഛൻ അല്ലെങ്കിൽ ഒരു പൂജാരിക്കാണോ ലൈഫ് അതിന് ഡെഡിക്കേറ്റ് ചെയ്യണം. അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കണം. മനസ്സിലായ? ചത്ത് കിടന്നാലും സന്തോഷത്തോടെ കിടക്കാം. എന്ത് ഞാൻ എന്റെ പാഷൻ ഫോളോ ചെയ്തിട്ടല്ലേ മരിച്ചതെന്ന് ആ മൈൻഡോടെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ചത്ത് കിടക്കേണ്ടി വരൂല, വിജയിച്ച് കാണിക്കാൻ പറ്റും. അല്ലേ? അല്ല ഞാൻ ഇത് ഞാൻ വെറുതെ എവിടെ ബുക്കിന്ന് വായിച്ച് പറഞ്ഞ എന്റെ ലൈഫിൽ എന്ന് പറയണേ. അത് നിങ്ങൾക്കും ഈസി ആയിട്ട് ഇത് മാത്രം. ഇപ്പൊ നമ്മളിപ്പോ ഇരിക്കണ ആരാണെങ്കിൽ പോലും നമ്മള് സ്ട്രഗിൾ ചെയ്ത് പണിയെടുത്തോണ്ടിരിക്കണോണ്ടല്ലേ നമ്മളിവിടെ ഇരിക്കണേ. അതിപ്പോ ആസിഫൊക്കെ കഴിഞ്ഞ പോഡ്കാസ്റ്റ് നമ്മളോട് പറഞ്ഞതാണ്, എഞ്ചിനീയറിംഗ് ഡോക്ടർ മാത്രമല്ലാതെ അതിൽ നിന്ന് ഔട്ട് ഓഫ് ദ ബോക്സ് പോയി ഇങ്ങനത്തെ സന്തോഷമുള്ള ഒരു കാര്യം ചെയ്ത് ഒരു ഫീൽഡ് ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിപ്പോ ഞങ്ങളിപ്പോ ഗെയിമിംഗ് ആയിക്കോട്ടെ, റാപ്പ് ആയിക്കോട്ടെ, ഇത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് ഒരു റവന്യൂവും അതുപോലെ തന്നെ സന്തോഷവും കിട്ടാന്ന് പറഞ്ഞാൽ അതിലും വലിയ കാര്യം വേറെ ഇല്ല. ഇന്നത്തെ കാലത്ത് അത് വളരെ നമുക്ക് എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ കൂടി പറ്റും. പഴയ അവസ്ഥ വെച്ച് നോക്കുമ്പോ നമുക്ക് മുന്നേ ഒരു തലമുറ ഉണ്ടായി, പാടാൻ കഴിയുന്ന, എഴുതാൻ അറിയുന്ന, നല്ലോണം ഗെയിം കളിക്കാൻ. അവർക്കൊരു അടിത്തറ, ഒരു പ്ലാറ്റ്ഫോം പോലും കിട്ടിയിട്ടില്ല. അവര് ജീവിച്ചു മരിച്ചു അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് പോയി. അപ്പൊ നമുക്ക് ഇത്രയും അവസരങ്ങള് ദൈവം തന്നിട്ടും എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? അപ്പൊ ആ ഉപയോഗിക്കാതിരിക്കുന്നവൻ എങ്ങനെ വിജയിക്കും? അപ്പൊ അത് ഉപയോഗിച്ചോണ്ടിരിക്കുക, പൊരുതിക്കൊണ്ടിരിക്കുക, ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക, ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിലും വലിയ മോട്ടിവേഷൻ ഒന്നും ഇല്ല. അതെ, അവ എന്തെങ്കിലുമൊക്കെ എഴുതി കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കുക. അല്ല, ഇതിന്റെ കമന്റ് സെക്ഷനിൽ തന്നെ ഇപ്പൊ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരുമല്ലോ, പാട്ട് എഴുതിയവരും പ്രൊഡ്യൂസ് ചെയ്യുന്നവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്തൊക്കെ ചെയ്യാം. ചാറ്റില് ഞാൻ പാട്ട് ലിറിക്സ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബീറ്റ് പ്രൊഡ്യൂസർ നോക്കുന്നുണ്ട്, അതിന്റെ കമന്റ്. അതേപോലെ ചിലപ്പോ കാശുള്ള പിള്ളേരുണ്ടാകാം, അവർക്ക് ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാകും, അവരും കോണ്ടാക്ട് ചെയ്ത് ഇരിക്കുക. ഞാൻ അങ്ങനെ ബ്രോ, എനിക്ക് ഭയങ്കര 4 പിള്ളേരെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് റാപ്പേഴ്സിൽ. അവർ വെച്ച് ഞാൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട് കുറെ കൊല്ലം മുന്നേ. അടിത്തട്ട് സൈഫർ എന്ന് പറഞ്ഞ, അത് ഇബ്നു കോപ്സ് എന്ന് പറഞ്ഞ റാപ്പർ ഉണ്ട്, MC മുഷ്ടി, തമ്പുരാൻ എന്ന് പറഞ്ഞ റാപ്പർ ഉണ്ട്, കാവോ. ഇവരെല്ലാം ഓരോ ജില്ലകളിൽ നിന്നാണ്. അവരെല്ലാം കിടിലൻ റാപ്പേഴ്സാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ പോപ്പുലർ ആവും എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് ഒരിക്കലും പോപ്പുലർ ആവും. നിങ്ങൾ ഈ പേരൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. അടിത്തട്ട് സൈഫർ എന്നാണ് ട്രാക്കിന്റെ പേര്. എല്ലാം കിടിലൻ പിള്ളേർ. അതായത് ഈ കിടിലം പിള്ളേർ ഇപ്പോഴും അണ്ടർഗ്രൗണ്ടിൽ കിടക്കണേ. അവരൊക്കെ വരാൻ പോണേ ഉള്ളു. നമ്മളെക്കാളും വലിയ താരങ്ങൾ റാപ്പിലുണ്ടാവും. അപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കും ആകാം, റാപ്പറാകാം, ഗെയിമറാകാം, ബീറ്റ് ബോക്സർ ആകാം. ഓ അതെ അതെ, ശരിയാ. കുറെ പുതിയ പുതിയ ഫീൽഡുകളുണ്ട്. പക്ഷെ ബീറ്റ് ബോക്സിംഗ് ഫീൽഡ് കോമ്പറ്റീഷൻ ഇല്ലട്ടോ. നോ കോമ്പറ്റീഷൻ. പ്രൊഫഷണൽ ആയിട്ട് ബീറ്റ് ബോക്സിംഗ് ആൾക്കാരുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇപ്പം ഞാൻ ബീറ്റ് ബോക്സ് ഒരു കോമ്പറ്റീഷൻ ലെവലായിട്ട് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പം അത് നടക്കൂല. അതിനകത്ത് കുറച്ച് എന്റർടൈൻമെന്റ്, നമ്മുടെ ഇവിടുത്തെ ഓഡിയൻസിന് എന്റർടൈൻമെന്റ് വേണം. ഇപ്പം അന്ന് മുതലേ ആൾക്കാർ സ്വീകരിച്ചുകൊണ്ടിരുന്ന മിമിക്രിയാ. ഈ മിമിക്രി ഞാൻ അന്ന് മിമിക്രി ബ്ലെൻഡ് ചെയ്തിട്ട് ബീറ്റ് ബോക്സ് ചെയ്ത. കാരണം ആദ്യത്തെ സ്റ്റേജില് പ്രോപ്പർ ബീറ്റ് ബോക്സ് ചെയ്തു, കറക്റ്റായിട്ട് ഹിപ്പ് ഹോപ്പിന്റെ ബീറ്റ് ബോക്സ് പിടിച്ച് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ ആൾക്കാർ എന്താണ് ഇവനിക്ക് വേറെ പണിയൊന്നുമില്ല, കുറെ മൈക്കിൽ തുപ്പുന്നു. അവസാനം ഞാൻ മറ്റേ ഉമ്മൻചാണ്ടി, വെള്ളാപ്പള്ളി നടേശ, അന്ന് 2000 ആ ടൈമിൽ ചെയ്യുന്ന ടൈമിൽ ഇപ്പൊ വെള്ളാപ്പള്ളി വന്നിട്ട് ബീറ്റ് ബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? മിമിക്രി ബ്ലെൻഡ്. അതായത് ഒരു ദൈവം പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി ഒരു മതം,
ഇങ്ങനത്തെ ബ്രോ ഈ സാധനത്തിന് 10 കൊല്ലത്തെ പഴക്കമുണ്ട് ബ്രോ. പക്ഷേ ഇപ്പോഴുള്ള കയ്യടി കാണിക്കാൻ ഇതൊക്കെ പറ്റും. ബ്ലെൻഡ് ചെയ്ത് ഇപ്പൊ ഉമ്മൻചാണ്ടി സാറ് വന്നിട്ട് ഉമ്മൻചാണ്ടി സാർ മരിച്ച റെസ്പെക്റ്റോട് ചെയ്യാണ് എന്തായാലും. ഇപ്പൊ ഉമ്മൻചാണ്ടി സാറ് രാഷ്ട്രീയം അഴിമതിയായിട്ടാണ് എന്നെ 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 ഇങ്ങനെ ബ്രോ എന്നെ വൈറലാക്കി ഇങ്ങനത്തെ പ്രോപ്പർ കോർ ബീറ്റ് ബോക്സ് കൊടുക്കുന്നതിന് പകരം അതിലൊരു മലയാളീകരിച്ച് കുറച്ച് ഫ്ലേവർ ഇട്ട് മസാല കുലുക്കുലിക്കുമ്പോ ഇത് ഈ ഒരു ഫീൽഡിൽ നല്ല ആദർശ ഫെജോ ബ്രോ പറയാണ്. ഇപ്പൊ എന്തിലും ആയിക്കോട്ടെ, ഇപ്പൊ നമ്മുടെ അടുത്ത് വന്ന് ഗെയിമിങ്ങിലെ പിള്ളേരൊക്കെ ചോദിക്കാറുണ്ട് ബ്രോ എങ്ങനെയാണ് അത് സ്ട്രീമർ ആവണത്. വെറുതെ ഒരു കമ്പ്യൂട്ടറും ഫേസ് ക്യാമും നെറ്റും ഉണ്ടെങ്കിൽ മാത്രമാവാൻ പറ്റില്ലല്ലോ. നമ്മള് നമ്മുടേതായിട്ടുള്ള ശൈലിയിൽ ഇത് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു, അതിലാണ് എല്ലാ ഫീൽഡിലും കഴിവ്. ഒരു പ്രസന്റേഷൻ സ്കില്ല് അതിലാണ് എല്ലാം ഇരിക്കണത്. ഇപ്പം ബ്രോ പറഞ്ഞ പോലെ ആദ്യം നോർമലി നമ്മൾ ഇങ്ങനെ വന്നിട്ട് നേരെ ഒരു സ്റ്റേജിലൊക്കെ ആർക്കും പുതിയൊരു സാധനം ഫീഡ് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പകരം അവർക്ക് മനസ്സിലാവുന്ന അവർക്ക് ഇഷ്ടമുള്ള സാധനത്തിനോട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, അതാണ് പെർഫെക്റ്റ് ടിപ്പ്. അതൊരു വലിയ ടിപ്പുകളുടെ ഒരു ചർച്ചയാണ്. ഒരു മോട്ടിവേഷൻ അന്ന് ചെയ്തില്ലേ ഈ സാധനം ചെയ്തു കഴിഞ്ഞപ്പോ കലോത്സവം ഫുള്ള് ഇതാ. ഉമ്മൻചാണ്ടി, വെള്ളാപ്പള്ളി നടേശൻ, കോഴി തുടക്കം. ഈ സാധനം എല്ലാ കലോത്സവത്തിലും ഇപ്പൊ എനിക്കൊന്ന് റീസെന്റ് ആയിട്ടുള്ള കലോത്സവത്തിൽ പോലും ഈ ഞാൻ ചെയ്ത സാധനമാണ് ഇപ്പൊ പ്രസന്റ് ചെയ്തോണ്ടിരിക്കുന്നത്. പ്രകൃതി ശബ്ദങ്ങൾ സമയത്താണ് ആവശ്യം ബീറ്റ് ബോക്സ് കൊണ്ടുവന്നത്. അപ്പൊ അതൊരു വെറൈറ്റി ആയിരുന്നു. ഇന്ന് ബീറ്റ് ബോക്സിംഗ് മാത്രമുള്ള അവസ്ഥയിലേക്ക് എത്തി. ഏത് നമ്മുടെ കലോത്സവങ്ങൾ. അതെ. അപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങൾ നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആദർശിന് അത്ര സ്കില്ലുള്ള ബീറ്റ് ബോക്സർ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സ്റ്റേജിൽ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഇതുപോലെ റഫ്താർ എന്ന് പറഞ്ഞൊരു ഹിന്ദി റാപ്പർ ഉണ്ട് ബ്രോ. അപ്പൊ പുള്ളിയുടെ ഒപ്പം ഒരു ട്രാക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, വരുൺ ധവാനൊക്കെ ഉള്ള. അപ്പൊ അതിൽ ആക്ച്വലി ബ്രീസർ വിവിഡ് ഷഫൽ അവിടെ ഒരു ഹിപ്പ് ഹോപ്പ് ഷോ ഉണ്ടായി മുംബൈയിൽ. അപ്പൊ ഇന്ത്യയിലെ മികച്ച ബീറ്റ് ബോക്സേഴ്സിൽ നിന്ന് ഏറ്റവും മികച്ച 2 ബീറ്റ് ബോക്സേഴ്സ് ആണ് അന്ന് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലായി അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത്. പക്ഷെ അവരും കൂടുതൽ കോമ്പറ്റീഷൻ എങ്ങനെ അത് കൊമേഴ്ഷ്യലൈസ് ചെയ്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടുത്താൻ എന്നുള്ള അവർ ശ്രമിക്കുന്നില്ല. പക്ഷെ അവരോടൊപ്പം ഒരു കോമ്പറ്റീഷൻ വെച്ചാലും ADJ എന്ന കൊല്ലങ്കരം വിജയിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അത് പുള്ളി എന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഞാൻ തള്ളാൻ വേണ്ടി പറഞ്ഞല്ല, അത്രയും സ്കില്ല് ഞാൻ ഉണ്ട്. ട്രെയിൻ ചെയ്ത് കോമ്പറ്റീഷനിൽ ആക്ച്വലി പെർഫോം ചെയ്യുന്ന ഇങ്ങനത്തെ കുറച്ച് സ്പീഡി സാധനങ്ങളാണ്. ഈ സാധനം കുറെ സ്കില്ല് കാണിക്കുക, ഇതാണ് ആക്ച്വലി വേണ്ടത്. പക്ഷെ ഇത് മലയാളത്തിൽ ഇത്തിരി പാടാണ്. നമ്മുടെ നാട്ടിലപ്പോ ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ് ഇവന്റ്സ് ഒന്നും നടക്കാറില്ല. ഒന്നുമില്ല ബ്രോ, ഒന്നും നിലവിൽ ഉണ്ടായിട്ടില്ല. റാപ്പ് തന്നെ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ റാപ്പിന് തന്നെ ഇപ്പൊ ഒരു സ്വീകാര്യത വരുമ്പോ ഇനി കോമ്പറ്റീഷൻസ് ഒക്കെ വരും. അതേപോലെ ആൾക്കാർ ആരും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ഒരു മേഖലയാണ് ബീറ്റ് ബോക്സിംഗ്. നേരത്തെ പറഞ്ഞ ഒരു നല്ല റാപ്പറും ബീറ്റ് ബോക്സറും ഉള്ള ഇന്ത്യയില് ഷോ ചെയ്യണ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അറിവിന്റെ ഒക്കെ ഒരു ബീറ്റ് ബോക്സർ ഉണ്ട്, പക്ഷെ ത്രൂ ഔട്ട് ഒരു റാപ്പറും ബീറ്റ് ബോക്സറും ഒരു ഫുൾ ലെങ്ത് ഷോ കൊണ്ടുപോകുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നമുക്കപ്പോ ഇത്രയും നേരം ഞങ്ങളുടെ അടുത്ത് അടിപൊളിയായിട്ട് ഇരുന്ന സാറ് ഞങ്ങൾക്ക് ഇത് ഞാൻ ഓൾറെഡി എക്സ്പെക്ട് ചെയ്ത. കാരണം ഞങ്ങൾ ഇതിനു മുമ്പുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ കുറച്ച് ഇന്ററാക്ട് ചെയ്യാൻ കുറച്ച് പേടിയൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മള് കുറെ നാൾ സംസാരിച്ചുകൊണ്ട് വെജോ ബ്രോ എടുത്ത് ഞങ്ങൾക്ക് ആ ഒരു ഇത് വന്നിട്ടില്ല. അപ്പൊ കണ്ണാപ്പി നമുക്കേ ഫെജോ ബ്രോ എന്തായാലും വരുമ്പോ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് എന്തെങ്കിലും തരണമല്ലോ. ഫെജോ ബ്രോ നമുക്ക് ഇറങ്ങാൻ പോകുന്ന നിങ്ങളുടെ ഇറങ്ങാൻ പോണ സോണിക്കൊക്കെ വേണ്ടിട്ട് ചെയ്യാൻ പോണ സാധനം നമുക്ക് ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു എക്സ്ക്ലൂസീവ് വേണം. ഹൈപ്പേറാണ് ഇപ്പൊ ഇറങ്ങിയ ട്രാക്ക്. ഇനി ഇറങ്ങാൻ പോണ സിക്ക് എന്നുള്ള ട്രാക്കാണ്. സിക്ക് അതിന്റെ ഒരു പ്രിവ്യൂ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അത് ഡപ്പാങ്കൂത്ത് ബീറ്റില് ഇതിനു മുമ്പ് 1000 ആയിരുന്നല്ലേ സോണിക്ക് വേണ്ടി. 1000 സോണിക്ക് വേണ്ടി ചെയ്യുന്ന ട്രാക്കാ സിക്ക് എന്നാണ് പേര്. അത് നോട്ട് ചെയ്ത് വെച്ചോ. ട്രാക്ക് ഞാൻ പ്രിവ്യൂ കേട്ടു. ഒരു കൊച്ചു ചിത്രം, എനിക്ക് എന്റെ പേഴ്സണൽ ഫാമിലി ഡ്രാമ. പൃഥ്വിരാജ് പറഞ്ഞ ചെറിയ പടമാണ്. മൂർത്തി തുടരും പറഞ്ഞ പോലെ ഫാമിലി ഡ്രാമ, അത്ര. അപ്പൊ സിക്ക് എന്നതാണ് അതിന്റെ ഒരു അംശം. അപ്പൊ മോനെ ഡപ്പാങ്കൂത്ത്. ഓക്കെ, ഞാനും എന്റെ കവിക്കാരും തമ്മിലുള്ള ബോണ്ടത് കട്ടിക്ക് തിക്ക് തിക്ക്. നിന്റെ വാലിഡേഷൻ ഒന്നും വേണ്ട, ഞാൻ ചങ്കിലെ ചോര കൊണ്ടിട്ടല്ലോ ടിക്ക് ടിക്ക്. ക്ലാസിക് എന്റെ വരിട പങ്കുത്തും മ്യൂസിക് കുറഞ്ഞങ്ങ് തുള്ളി പഠിക്ക്. എന്നോട് റാപ്പിന്റെ ഫ്ലോ അത് തിരമാല പോലെ സെയിലറിനെ മക്കോ സിസി.
ഇത് സോങ്ങിന്റെ ചെറിയ പോർഷനാണ്, ഇതിനകത്ത് മെലഡി ഉണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്യുന്നത്. ഇതപ്പോ എത്ര മിനിറ്റുള്ള ട്രാക്കാണ്? ഇതൊരു 3 മിനിറ്റ് ഒക്കെ ഉണ്ടാവും, 3.5 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെ ലൈവ് പാടല്ലേ? പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോ എങ്ങനെ ശ്വാസം കിട്ടുന്നത് ഒരാളിലേക്ക്? ഒരു പാട്ട് കഴിഞ്ഞാൽ വെള്ളം കുടിക്കും എഡിജൻ ഇറക്കും. എന്താണ് ഇതിന്റെ അർത്ഥമായിട്ട് അപ്പൊ ഈ റാപ്പ് എപ്പോഴും എല്ലാരും വിചാരിക്കണം എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്നുള്ള മൂടാണ്. അങ്ങനെയല്ല, റിതം ആൻഡ് പോയട്രിയാ. ഇപ്പൊ ഒരു റിതം ഉണ്ട്, പോയട്രി, അതിനകത്ത് ഒരു കവിതയുണ്ട്, പിന്നെ അത് ലിറിക്സ് ഫുൾ ഫോം തന്നെ അതാണല്ലോ. അപ്പൊ ഞാനും എന്റെ കേൾവിക്കാരും തമ്മിലുള്ള ബോണ്ട് അത് കട്ടിക്ക് തിക്ക് തിക്ക്. ഞാനും എന്റെ കേൾവിക്കാരും എന്റെ ലിസണേഴ്സും തമ്മിലുള്ള ബോണ്ട് അത് തിക്കാണ്, കട്ടിക്ക് തിക്കാണ്. നിന്റെ വാലിഡേഷൻ ഒന്നും വേണ്ട, ഞാൻ ചങ്കിയിലെ ചോര കൊണ്ടിട്ടല്ലോ ടിക്ക് ടിക്ക്. എനിക്ക് ഒരുത്തന്റെ വാലിഡേഷനും വേണ്ട, ആ ബന്ധം കാണിക്കാൻ എന്റെ ചോര കൊണ്ടാണ് ഞാൻ അതിന് ടിക്കറ്റ് അയക്കണം. ഏത് ലിസണേഴ്സ് തമ്മിലുള്ള ബന്ധം. ക്ലാസിക് എന്റെ വരി ഡപ്പാങ്കുത്തു മ്യൂസിക് ഉറഞ്ഞങ്ങ് തുള്ളി പഠിക്ക്. എന്റെ വരികളെല്ലാം ക്ലാസിക്കാണ്, ഇപ്പൊ കേൾക്കുന്ന ഡപ്പാങ്കുത്തു മ്യൂസിക് ആണ്. ആ താളത്തിൽ നീ ഉറഞ്ഞു തുള്ളി പഠിക്ക്, കാരണം അത്രയും ഭീകരമായ തണ്ടാക്കാണ്. എന്റെ റാപ്പിന്റെ ഫ്ലോ അത് തിരമാല പോലെ സെയിലറിനെ മാക്കും സി സിക്ക്. അതായത് എന്റെ റാപ്പിന്റെ ഫ്ലോ അല്ലെങ്കിൽ എന്റെ പറച്ചില് തിരമാല പോലെ ഇതിങ്ങനെ അടിച്ചോണ്ടിരിക്കും. ഒരു സെയിലർ, ഒരു നാവികനെ വരെ അത് സി സിക്ക് ആക്കും. സി സിക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് ഷിപ്പിലൊക്കെ ആരെങ്കിലും നമുക്ക് വൊമിറ്റിംഗ് വരൂല, നല്ലൊരു നാവികനെ വരെ സി സിക്കാക്കുന്ന, വൊമിറ്റ് ചെയ്യിപ്പിക്കുന്ന തിരമാലകൾ പോലെയാണ് എന്റെ റാപ്പിന്റെ ഫ്ലോ. പാട്ടിന്റെ പേരെന്താണ്? സിക്ക്. ഇത് ഈ 4 പേരുടെ അർത്ഥം പറഞ്ഞാട്ടോ ബ്രോ. ഇങ്ങനെ എല്ലാ പാട്ടിനും വ്യക്തമായ അർത്ഥങ്ങളുണ്ട്. ഇതൊക്കെ അടുത്ത തലമുറ ഇനി വന്ന് മീനിങ് ഡീകോഡ് ചെയ്ത് തുടങ്ങണം. മീൻസ് എന്റെ പഴയ പാട്ടുകളടക്കം കേട്ട് നോക്കിയോ, കൂടെ തുള്ളു വരെ തുള്ളിക്കൽ പാട്ടാന്നല്ലേ വിചാരിച്ചത്. അതിനൊക്കെ വ്യക്തമായ മീനിങ് ഉണ്ട്, ഫുള്ള് പറയും. ഫെജോബ്രോയുടെ മറ്റേ ഇതുപോലെ ഞങ്ങൾ അങ്ങനെ മറ്റേ നഞ്ചന്റെ പോക്കറ്റിലുണ്ട്. അത് ശരിക്കും ഫെജോ ആ വീഡിയോ, ഒരു ഡീകോഡിങ് വീഡിയോ ഫെജോബ്രോ ഒരു ഇന്റർവ്യൂവിൽ എന്തോ കൊടുത്തിട്ടുണ്ടാവില്ല. അതിലാണ് ശരിക്കും നഞ്ചന്റെ പോക്കറ്റിൽ നിന്നാണെന്ന് നമ്മൾ അറിയാവുന്ന ലിറിക്ക് മനസ്സിലാവണത്. നിങ്ങൾ പാടി പോകുമ്പോ ഇതില് ഏതോ ഒരു വെബ്സൈറ്റിലെ ഞാൻ വീഡിയോയുടെ ലിറിക്ക് നോക്കിയപ്പം അതിനകത്തും അച്ഛന്റെ പോക്കറ്റിൽ നിന്നാണ്. എനിക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, അതിനകത്ത് ലിറിക്സ് ഉണ്ടാവല്ലേ, കേൾക്കുന്നത് അടിച്ചു വെക്കാം. അതിനകത്തും അങ്ങനെ എടുത്തേക്കണേ, ഈ അച്ഛന്റെ പോക്കറ്റിൽ. അങ്ങനെ അച്ഛന്റെ അല്ല, ഇത് കോമഡി ഉണ്ട് ബ്രോ. ഞങ്ങള് ഇപ്പൊ എന്റെ ഓരോ ഇടിക്കും കൂടെ 1000 ഇവിടെ കൊടുക്കും ആർക്കും. അപ്പൊ അച്ഛന്റെ പോക്കറ്റ്, അച്ഛൻ ഓഡിയൻസിന് എങ്ങനെ വെച്ചു കൊടുക്കുമ്പോഴേ അച്ഛന്റെ ഇത് വെറുതെ പറയല്ല, പുളി പറയല്ല. ഈ കഴിഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ 3 ദിവസം മുന്നേ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ചെറുക്കൻ വന്നിട്ട് പറയാ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുക്കൻ വരെ അച്ഛന്റെ പോക്കറ്റിൽ എന്ന് സേവ് ചെയ്തിട്ടാണ് പാടിക്കൊണ്ട് എല്ലാരും അങ്ങനെ. ഈ റാപ്പിന്റെ ലിറിക്സ് തുടങ്ങണം ഓഡിയൻസ്, കോമൺ വേർഡ്സ് അല്ല, അത് എടുക്കണ്ടല്ലേ. അത് എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ആൾക്കാർ വന്ന് പഴയ സോങ്സ് ഒക്കെ ഡിഗ് ചെയ്തിട്ട് വേണം അർത്ഥം മനസ്സിലാക്കാൻ. ഇത് എന്റെ മാത്രമല്ല ബ്രോ, ഒട്ടുമിക്ക റാപ്പേഴ്സ്, ഏറ്റവും നല്ല റാപ്പേഴ്സ് നോക്കിക്കോ, നല്ല ലിറിക്സ് ആയിരിക്കും. ഒരു ലിറിസിസ്റ്റ് ആയിരിക്കണം യഥാർത്ഥ റാപ്പർ. അല്ലാണ്ട് റാപ്പ് ചെയ്യുന്നവനെല്ലാം എന്തെങ്കിലും പറയുന്നവനെല്ലാം റാപ്പർ ആകൂല. അല്ലെങ്കിൽ റാപ്പർ ആകും, നല്ല റാപ്പർ ആകൂല. അല്ല ബ്രോ, ഈ ഫെജോബ്രോ ഇറക്കി ഇതുവരെ സോങ്ങിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇറക്കിയ സോങ് ഏതാ? എല്ലാ സോങ്ങും എക്സൈറ്റ്മെന്റ്. അത് എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും, കാരണം ഇപ്പൊ ഇത് എല്ലാ ഓരോ സിനിമ അയാളുടെ മകളാന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് എന്റെ എല്ലാ സോങ്ങും. അത്രയും കെയർ ചെയ്ത് ടേക്ക് കെയർ ചെയ്തിട്ടാണ് ഓരോന്നും വളർത്തി അത് ഡെലിവർ ആവണം. അപ്പൊ എല്ലാ സോങ്ങും എക്സൈറ്റ്മെന്റ്. ആ എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് നമ്മുടെ ഇപ്പൊ ആദർശ് പുതിയൊരു സ്കില്ല് പഠിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് കിട്ടൂല. അല്ലെങ്കിൽ ബ്രോക്ക് നല്ലൊരു ലൈവ് എൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ല്, സന്തോഷം ഉണ്ടല്ല. എല്ലാ ലൈവും അങ്ങനെ ആയിരിക്കും അല്ലേ? മീൻസ് അടുത്ത ലൈവ് ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെ അതിനെ വെട്ടിച്ചെടുത്തത് മത്സരം എന്നോട് തന്നെ, എങ്ങനെ അതിനെ നമുക്ക് വെട്ടിക്കാൻ പറ്റും. ആ എക്സൈറ്റ്മെന്റിലല്ലേ നമ്മൾ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഗെയിമേഴ്സ് ജീവിക്കണം തന്നെ. അപ്പൊ എല്ലാ സോങ്സും ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും നമ്മുടെ മച്ചാൻ ടോപ്പ് അല്ലേ. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഫെജോബ്രോ ഒരുപാട് താങ്ക് യു. ഒരുപാട് താങ്ക് യു. വിളിച്ചൊരു നന്ദി ബ്രോ. നമ്മുടെ പോഡ്കാസ്റ്റില് എളിയ പോഡ്കാസ്റ്റിൽ വന്നതിനും ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്തു. കുറെ ടിപ്സുകൾ പറഞ്ഞു കൊടുത്തു, കുറെ ആൾക്കാർക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആൻഡ് കുറെ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം. ഒരുപാട് അധ്യായങ്ങൾ കിട്ടി. അതെ അതെ, നല്ലൊരു അധ്യായം കൂടി ഞങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ ലെങ്ത് എത്രയെന്ന് എനിക്കും പിടിയില്ല. സത്യത്തിൽ ഞങ്ങളുടെ എന്റെ ലോങ്സ്റ്റ് ഇന്റർവ്യൂ മൂഡ് എഡിജറി തന്നെയാണ്. സത്യമാണ്. അല്ല, നമ്മൾ ആക്ച്വലി നല്ല സമയം നമ്മുടെ ബാറ്ററിയുടെ ചാർജ് ഒക്കെ തീർന്ന് ക്യാമറ പൊള്ളി തുടങ്ങി. ക്യാമറ അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ്. ഞങ്ങളെ വിളിച്ചതിന് നന്ദി ബ്രോ. അയ്യോ
ഉറപ്പായിട്ട് ഞങ്ങൾക്ക് വന്നതിന് ഞങ്ങൾക്ക് നന്ദി. ബ്രോ നിങ്ങൾ വിളിച്ചത് ഞങ്ങളുടെ സന്തോഷം, അത് ഞങ്ങൾ ഓടി വന്നത്. പിന്നെ ഇപ്പൊ ജർമ്മൻ കണ്ണാപ്പി ആണെങ്കിലും ബ്രോ ആണെങ്കിലും എല്ലാവരും പാഷനേറ്റ് ആണ് അവരുടെ. അതുകൊണ്ടല്ലേ നിങ്ങളുടെ ഒരു കോർ മേഖല എന്താണെങ്കിലും അതല്ലാത്ത മേഖലകൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. അതും ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ചെയ്യണം. അപ്പൊ എത്ര നല്ലൊരു ലൊക്കേഷൻ ആണെങ്കിലും ഏറ്റവും നല്ല ഡിവൈസസ് ആണ് നിങ്ങൾ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മൾട്ടി ടാസ്കിങ്ങിൽ എല്ലാത്തിലും മികവ് തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ബ്രോക്ക് നല്ല റാപ്പറാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ 1000 മോറൊക്കെ ഈ ടിപ്സ് വെച്ച് ബ്രോയും അതെ ഉറപ്പായിട്ടും റാപ്പറാവട്ടെ. നാളെ ഞങ്ങൾ പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് റാപ്പ് ലീഗുകളുടെ കണ്ണാപ്പിനെ അല്ല എനിക്ക് ഞാൻ മാർക്ക് മൈ വേർഡ്സ് ഗൈസ്, നാളെ ഒരു ദിവസം ഫെജോബ്രോയുടെ കൂടെ ഒരു പ്രോജക്ട് ഞാൻ ചെയ്തിരിക്കും. ഈ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന ടൈമില് ഈഗിളിന്റെ പാട്ട് റിലീസ് ആയിട്ടുണ്ട്. എത്ര ഇപ്പൊ 3 ലക്ഷം ഓൺ സോങ് ആണല്ലേ ബ്രോ? അത് നിസ്സാര മണിക്കൂറുകൾ കൊണ്ടാണ് ആ റീച്ച് അച്ചീവ് ചെയ്യണത്. അത്രയും നല്ലൊരു ഫാൻ ബേസ് ഉള്ളത് നല്ലത് ബ്രോ. കാരണം ചില ഫാൻസിന് നമ്മള് ഗെയിമർ ആണെങ്കിൽ ഗെയിമിംഗ് മാത്രമായിരിക്കും ചെയ്യണത്. പക്ഷെ എല്ലാം സ്വീകരിക്കുന്ന ഓപ്പൺ ആയിട്ടുള്ള ഫാൻസിനെ കിട്ടലാണ് ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ ആ ഭാഗ്യം ഉള്ളതോടൊപ്പം ഞങ്ങൾക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് കാണുന്നത്. അതെ അതെ, അത് പറയുമ്പോ എന്നെ സൂം ചെയ്ത് കാണിക്കണം കേട്ടോ. ഞാൻ മറ്റേ പാപ്പ ബാങ് ആ സാധനം കാണിക്കണം. അതേപോലെ ജർമ്മൻ കണ്ണാപ്പിയുടെ ഇവിടെ ആരെങ്കിലും ഒക്കെ ഒന്ന് സൂം ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ താങ്ക് യു. അപ്പൊ 4-ാമത്തെ വട്ടമാണ് താങ്ക് യു പറയണത്. അപ്പൊ എല്ലാരും അപ്പൊ വീഡിയോ കാണുന്ന കുറെ പേര് നമ്മളെ സബ് ചെയ്യുന്നില്ല. ഭയങ്കര സബ് ചെയ്യുന്നില്ല. എല്ലാരും സബ് ചെയ്യണം. സബ് ചെയ്തിട്ട് ഫെജോ സബ് ചെയ്യണം. സബ് ചെയ്യണം. ജർമ്മൻ കണ്ണാപ്പി സബ് ചെയ്യണ്ട, ഇത് സബ് ചെയ്താൽ കൊണ്ടാ പോഡ്കാസ്റ്റ്. ആരെയും ജർമ്മൻ കണ്ണാപ്പി സബ് ചെയ്യണം, അൺസബ് ചെയ്തേക്കാം. അപ്പൊ 2 പാവം മനുഷ്യന്മാരാണ്ട ഗൈസ്. നമുക്കൊരു ഇന്റർവ്യൂവറെ അങ്ങോട്ട് കളിയാക്കാന്ന് പറ്റും. നമ്മൾ റെസ്പെക്റ്റിലൊക്കെ ഈ ഇന്റർവ്യൂ പോഡ്കാസ്റ്റ് വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായി വരുന്നുണ്ട് ഇപ്പൊ. അപ്പൊ വീണ്ടും ഒരു താങ്ക് കൂടെ ഞാൻ പറയുന്നു. അപ്പൊ എല്ലാവരും സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ആൻഡ് ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കുക. അപ്പം അടുത്തൊരു ഗസ്റ്റ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അടുത്തൊരു അധ്യായമായിട്ട് വീണ്ടും കാണാം. കൊണാദ പോഡ്കാസ്റ്റ് സൈനിങ് ഓഫ്. ബൈ ഗൈസ്.